പിതാവേ, ഞങ്ങളുടെ ഭാവിയെല്ലാം അങ്ങയുടെ കരത്തിലാകിയാൽ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ആകയാൽ ഞങ്ങൾ നന്ദി പറയുകയാണ്. കർത്താവിന്റെ സ്നേഹം ഇതുവരെ ഞങ്ങൾക്ക് അനുഭവിപ്പാൻ അങ്ങ് സഹായിച്ചതിനായി സ്തോത്രം. ഇന്ന് പകൽ അവിടുത്തെ സന്നിധിയിലായിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ കൃപ എല്ലാവരുടെ മേലും പകർന്ന് അവിടുന്ന് ജയത്തോട് നടത്തണമേ. എല്ലാ അനുഗ്രഹങ്ങളും നിന്റെ മക്കളുടെ മേൽ ചൊരിയണമേ. ആമേൻ. അവിടുത്തെ സാന്നിധ്യത്തിന്റെ മറവിൽ മറച്ചുകൊള്ളണമേ. കുടുംബമായി, വ്യക്തികളായി, കുഞ്ഞുങ്ങളായി എല്ലാവരെയും അങ്ങയുടെ കരത്തിൽ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്ന് മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഏത് വിഷയമാണോ ഇന്ന് പകൽ അതിന്മേൽ ജയമെടുക്കേണ്ടതിന് പിതാവേ, അവൻ പുത്രൻ മുഖാന്തരം അങ്ങയുടെ അടുക്കലേക്ക് ബരമേൽപ്പിക്കുകയാണ്. എൻ്റെ മക്കളുടെ കാര്യങ്ങളെ സാധിപ്പിക്കണമേ. യഹോവയ്ക്ക് ഇഷ്ടമുള്ളതൊക്കെയും അവിടുന്ന് ചെയ്യണമേ. അവിടുത്തെ പ്രവൃത്തി വെളിപ്പെടണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. തകർന്ന ഹൃദയത്തിന്റെ മേൽ ദൈവത്തിന്റെ കരമിറങ്ങി വരണമേ. അവിടുത്തെ ആത്മാവിനാൽ വഴി നടത്തണമേ. കർത്താവേ, അവിടുത്തെ മുൻപാകെ നീട്ടപ്പെട്ട സ്തോത്ര വഴിപാടിനായി സ്തോത്രം. നീട്ടപ്പെട്ട കരങ്ങൾക്കായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ആരെങ്കിലും കരങ്ങൾ നീട്ടാൻ കഴിയാതെ പോയിട്ടുള്ള ദൈവം അവരെയും അനുഗ്രഹിച്ചാട്ട്. നല്ല പാട്ടുകൾ പാടുവാൻ കുഞ്ഞുങ്ങൾ ഇതുവരെയും ബലപ്പെടുത്തിയതിനായി സ്തോത്രം. കൃപയിൽ കാത്തതിനായി നന്ദി. എല്ലാ മഹത്വവും നാഥ ഞങ്ങൾ അംഗീകരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവസന്നിധിയിലേക്കാണല്ലോ. ദൈവത്തിൻ്റെ കൃപ നമ്മളോട് കൂടെ ഉണ്ടാവട്ടെ. ആമേൻ. വിശേഷാൽ പ്രിയ കർത്താവിൻ്റെ ദാസൻ കെ സമൽ വാസുക്കായി സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഇവിടെ ഇരിക്കുന്നതിൽ ആമേൻ കുറച്ച് പേർക്ക് അദ്ദേഹത്തെ പരിചയമുണ്ട്, കുറച്ച് പേർക്ക് പരിചയമില്ല. ആമേൻ. അദ്ദേഹം പുനലൂർ ബദേൽ ബൈബിൾ കോളേജ് അധ്യാപകനായിരുന്നു ദീർഘവർഷങ്ങൾ. അതിനുശേഷം താൻ ദൈവത്തിൻ്റെ നിയോഗപ്രകാരം ആമൻ സഭാ ചാർജിലേക്ക് പോവുകയും ഇപ്പോൾ തിരുവല്ലി ആമൻ മാടമുക്കെന്ന് പറയുന്ന സഭയിൽ ആമൻ കർത്താവിനെ ആരാധിച്ചും അവിടുത്തെ ശുശ്രൂഷയിലായിരിക്കുകയും ചെയ്യുന്നു. ആമൻ ഈ രാജ്യത്തേക്ക് കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് കടന്നു വരുവാൻ ഇടവന്നു. ഞങ്ങൾക്കൊരുമിച്ച് ആമൻ പല അവസരങ്ങൾ ഒരുമിച്ചായിരിക്കാൻ കർത്താവ് അവസരങ്ങൾ നൽകിയിട്ടുണ്ട്. അതോർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നല്ല ഒരു എഴുത്തുകാരനാണ്. ആമേൻ. ഫ്രീസൺ നല്ലൊരു പ്രാസംഗികനാണ്. നിരവധി ബുക്കുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ആമേൻ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊക്കെ ആമേൻ ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നല്ല കഴിവുകൾക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മോടായിരിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. അതുകൊണ്ട് ഇനിയും ഞാൻ മുഖവര പറഞ്ഞുകൊണ്ട് മുൻപോട്ട് കൊണ്ടുപോകാതെ വേഗം അദ്ദേഹത്തിന് സമയം ഞാൻ വിട്ടുകൊടുക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ കൃപ പകരട്ടെ. തുടർന്നുള്ള സമയം ദൈവത്തിൻ്റെ വചനം സംസാരിക്കുന്ന അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളു. പ്രൈസ് ദി ലോർഡ്. വളരെ മനോഹരമായ നല്ല പകൽ ഇവിടെയുള്ള ദൈവദാസനോട് ദൈവസഭയോട് ചേർന്നായിരിക്കും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കർത്താവിൻ ദാസൻ പാസ്റ്റർ ബിനു ജോൺ മാത്തൂർ എന്നാണ് അറിയപ്പെടുന്നത്. തോന്നിയാമലക്കാരനാണെങ്കിലും അങ്ങനെ പറയുമ്പോഴാണ് ആൾക്കാർക്കെല്ലാം തിരിച്ചറിയാനായിട്ട് കഴിയുന്നത്. കർത്താവ് വളരെ ശക്തമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ഇവിടെയും അതിശക്തമായിട്ട് ഉപയോഗിച്ചിട്ടിരിക്കുന്ന ദൈവദാസനെ തൻ്റെ കുടുംബത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവരോട് ചേർന്നായിരിക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. നിശ്ചയമായും തോന്നിയാമലയുമായിട്ട് എനിക്ക് ഇത്തിരി അടുപ്പമുണ്ട്. ഒരു 3 റൗണ്ട് പാസ്റ്റർമാർ വിദേശത്തൊക്കെ പോയപ്പോൾ ആ സഭയിൽ ശുശ്രൂഷിപ്പാനും അവിടെ പല മീറ്റിങ്ങുകൾക്ക് അല്ലാതൊക്കെ എത്തുവാനും ഒക്കെയുള്ള അവസരം വളരെ പ്രധാനമായിരുന്നു. ഫിലിപ്സാൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന ഒരാളെന്ന നിലയിൽ തോന്നിയാമലയിൽ ഞാൻ ഒരുപാട് അവസരങ്ങൾ പോയിട്ടുണ്ട്. അങ്ങനെ നല്ല പരിചയമുള്ള ദേശം, പരിചയമുള്ള പ്രിയമുള്ളവർ ബിനു ജോൺ ഭാഷ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ എനിക്കൊരു അവസരം തന്നതിലും ഇവിടെ ഒന്നിച്ചായിരിക്കാൻ കഴിയുന്നതിലും ഞാൻ സന്തോഷിക്കുന്നു. കുടുംബമായിട്ട് കർത്താവിനെ സഹായിക്കട്ടെ. സഭയെ കർത്താവ് ആദരിച്ച് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ ഇന്ന് ജോയിമാമ്മ ഇവിടെയുണ്ട്. ഞങ്ങളുടെ പരേതനായ പാസ്റ്റർ ബേബി വാഗീസ്. എപ്പോഴും സ്നേഹത്തോടെ ഓർക്കാൻ കഴിയുന്നൊരു നാമമാണത്. ഞാൻ ആദ്യം ശുശ്രൂഷ ആരംഭിക്കുന്നത് എറണാകുളം സെക്ഷനിലാണ്. അന്ന് അവിടുത്തെ പ്രിസ്പിറ്റർ പാസ്റ്റർ ബേബി വാഗീസാണ്. എനിക്ക് ഒത്തിരി അവസരങ്ങളിൽ ആ സഭയിൽ ചെന്നെത്തുവാനും ഏത് ആവശ്യത്തിന് ഓടി എത്താൻ കഴിയുന്ന ഒരു നല്ല ദൈവത്തിൻ്റെ ദാസനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഓർക്കുമ്പോൾ നിശ്ചയമായും ഇന്ന് ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയ അമ്മാമ്മ ഞങ്ങളുടെ പത്തനാപുരം സഭയുടെ പാസ്റ്ററായിട്ട് വന്ന് ഞങ്ങളുടെ പാസ്റ്ററായിട്ട് കുറേ നാൾ ഉണ്ടായിരുന്നു. ഇന്ന് വീണ്ടും ഈ ദേശത്ത് വന്ന് കാണുവാൻ കഴിഞ്ഞതിൽ എനിക്കൊത്തിരി സന്തോഷമുണ്ട്. നിശ്ചയമായും
ദൈവദാസിയെ കർത്താവ് ധന്യമായിട്ട് അനുഗ്രഹിക്കട്ടെ. അവരുടെ മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ, അവരെ എല്ലാവരെയും കർത്താവ് ആദരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. പക്ഷേ ബിനു ജോണിൻ്റെ സിസ്റ്റർ അളിയനൊക്കെ ഇവിടെ ഉണ്ടല്ലോ, ഫിലിപ്പിച്ചാന്, സാലിയമ്മാമ, നിശ്ചയമായി നിങ്ങളുടെ സാന്നിധ്യവും സന്തോഷമാണ്. എനിക്കൊന്ന് ഒരു പ്രാവശ്യം അവധിക്ക് അവർ വന്നപ്പോൾ നാട്ടിൽ കാണാൻ കഴിഞ്ഞതായിട്ട് എനിക്ക് ഓർക്കാൻ കഴിയുന്നുണ്ട്. നിശ്ചയമായി അവരുടെയൊക്കെ സാന്നിധ്യം സന്തോഷമാണ്. മറ്റെല്ലാ പ്രിയമുള്ളവരെയും ഞാൻ സ്നേഹവന്ദനം അറിയിക്കുന്നു. എൻ്റെ പേര് ദൈവദാസ് പറഞ്ഞല്ലോ, കെ സാമുവൽ എന്നാണ്. എൻ്റെ വീട് പത്തനാപുരം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇപ്പോൾ ഞാൻ തിരുവല്ലയിലെ പാർത്ത് കർത്താവിൻ്റെ വേലയിൽ വ്യാപൃതനാകുന്നു. അവിടെ ദൈവദാസൻ പറഞ്ഞ പോലെ മാടമുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവസഭ ഇങ്ങനെ വളർത്തി ഉയർത്തിക്കൊണ്ടിരാൻ കർത്താവ് സഹായിക്കുന്നു. സഭയുടെ പേരൊക്കെ ഞങ്ങളങ്ങ് മാറ്റി കേട്ടോ. മാടമുക്ക് എന്നുള്ള സംഭവം എടുത്ത് ദൂരെ കളഞ്ഞു. ഇപ്പോൾ ബദേൽ ഏജി കുറ്റപ്പുഴ എന്നാണ്, കുറ്റപ്പുഴ പെയ്യോ ആണ് സ്ഥലം. അതുകൊണ്ട് ഇപ്പോൾ ബദേൽ ഏജി കുറ്റപ്പുഴ തിരുവല്ലയിൽ നന്നായിട്ട് അറിയപ്പെടുന്ന ഒരു സഭയായി ദൈവം വളർത്തുന്നു. അവിടെ കഴിഞ്ഞ 6 വർഷമായിട്ട് ശുശ്രൂഷിപ്പാൻ കർത്താവ് അവസരം നൽകുന്നു. അപ്പോൾ തന്നെ സെക്ഷൻ്റെ പ്രിൻസിപ്പലായിട്ടും മറ്റിതര ഇടങ്ങളിലൊക്കെ മറ്റിതര മേഖല കർത്താവദാസ് പറഞ്ഞു ഇത്തിരി എഴുതാനും ഇത്തിരി കൗൺസിലിങ്ങും അങ്ങനെയൊക്കെയുള്ള പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. കർത്താവ് സഹായിക്കട്ടെ. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു പോകാൻ ആവില്ലല്ലോ. എനിക്ക് സമയത്തിൻ്റെ പരിധിയുണ്ട്. ആ സമയത്തിനകത്ത് നിർത്തുകയും വേണം. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സ്ഥലത്തിലായിരിക്കാൻ കർത്താവ് സഹായിക്കുന്നു. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്യാൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വേഗത്തിൽ ഞാൻ നിങ്ങളെ വേദപുസ്തകത്തിലേക്ക് ഓടിച്ചു കൊണ്ടുപോവുകയാണ്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം. എടുത്തവരാരെങ്കിലും 9-ഉം 10-ഉം ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം വായിച്ചോളൂ. മതി. കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. ഇന്ന് പകൽ നിങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് ഒരു ഇത്തിരി നല്ല വർത്തമാനം പറയാൻ ആഗ്രഹിക്കുന്നത് വെളിപ്പാട് പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട് ആണ് ഞാൻ അതിനുവേണ്ടി തയ്യാറാകുന്നത്. നിശ്ചയമായും നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയണം. വേദപുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിലേക്ക് കയറിയെന്ന ഒരു ദൈവപൈതൽ ആവേശത്തോടെ വിളിച്ചു പറയും, എൻ്റെ യേശു ജയാളിയാണ്. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ 1-ാം അധ്യായത്തിൽ യേശു കർത്താവിൻ്റെ ഭയങ്കരമായൊരു വെളിപ്പാടും 2-3 അധ്യായങ്ങൾ സഭയുടെ തലനാരിഴ കീറി മുറിച്ചുള്ളൊരു പഠനവും 4-ാം അധ്യായത്തിൽ സിംഹാസനം 24 മൂപ്പന്മാർ 4 ജീവികൾ അടങ്ങുന്ന കൃത്യമായൊരു വെളിപ്പാടും 5-ാം അധ്യായത്തിൽ ഈ പിതാവാ ദൈവത്തിന്റെ കയ്യിൽ മുദ്രയിടപ്പെട്ട പുസ്തകം ഇത് തുറക്കാൻ ആരുണ്ടെന്ന് ചോദിക്കുന്നു. അറുക്കപ്പെട്ട കുഞ്ഞാന്റെ ചിത്രീകരണവും 6-ാം അധ്യായത്തിൽ അന്തിക്രിസ്തുവിന്റെ തന്ത്രപരമായ രംഗപ്രവേശനവും 7-ാം അധ്യായത്തിൽ ഇസ്രായേൽ ഗോത്രം 12 നിന്ന് ഒരുപറ്റം വിശുദ്ധന്മാരെ മുദ്രയിട്ട് വേർതിരിക്കുന്ന വെളിപ്പാടും 8-ാം അധ്യായത്തിൽ ന്യായവിധി ആരംഭിക്കുന്നു. 9-ാം അധ്യായം ന്യായവിധി തുടരുന്നു. 10-ാം അധ്യായത്തിൽ ഒരു ചെറു പുസ്തകം പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ദൂതന്റെ വെളിപ്പെടുത്തലും 11-ാം അധ്യായത്തിൽ 2 സാക്ഷികൾ രംഗത്തേക്ക് പാഞ്ഞു കയറി വരുന്നു. അവരുടെ തകർപ്പൻ ശുശ്രൂഷയും അതിൻ്റെ പര്യവസാനവും. 12-ാം അധ്യായത്തിൽ സൂര്യധാരണിയായ സ്ത്രീയുടെ ചിത്രീകരണവും 13-ാം അധ്യായത്തിൽ അന്തിക്രിസ്തുവിന്റെ പൂർണ്ണമായ വെളിപ്പെടുത്തലും 14-ാം അധ്യായത്തിൽ സിയോൻ മലയിൽ ഒരുപറ്റം വിശുദ്ധന്മാർ തിമിർത്ത് പാടി ദൈവത്തെ ആരാധിക്കുന്ന അതുല്യമായ വെളിപ്പാടും 15-ാം അധ്യായത്തിൽ മഹോന്നതത്തിൽ രക്തസാക്ഷികൾ പളുങ്ക് നദിയുടെ തീരത്ത് ഉല്ലസിക്കുന്ന കാഴ്ചയും 16-ാം അധ്യായത്തിൽ ന്യായവിധി തുടരുന്ന വെളിപ്പാടും 17-ാം അധ്യായത്തിൽ മർമ്മ മഗതിയ ബാബിലോണിന്റെ ചിത്രീകരണവും 18-ാം അധ്യായത്തിൽ മർമ്മ മഗതിയ ബാബിലോണിന്റെ മറ്റൊരു വെളിപ്പെടുത്തലും 19-ാം അധ്യായത്തിൽ യേശു ക്രിസ്തു രാജാവായി ഇറങ്ങി വരുന്ന അതുല്യമായ വെളിപ്പാടും 20 സഹസ്രാബ്ദ ഭരണം 21, 22 അധ്യായങ്ങൾ സകല ദൈവജനത്തിന്റെ പ്രതീക്ഷയായ പുതിയ ആകാശം പുതിയ ഭൂമി ഇവയെ വിവരിച്ചുകൊണ്ട് വെളിപ്പാടുകാരൻ യോഹന്നാനാൽ രചിക്കപ്പെട്ട പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ഇതിലേക്ക് കയറി ഇറങ്ങുന്ന ഒരു ദൈവ പൈതൽ ആവേശത്തോടെ വിളിച്ചു പറയും, ഞാൻ പരാജയപ്പെട്ടവന്റെ പിന്നാലെ അല്ല ഇറങ്ങി തിരിച്ചിരിക്കുന്നത്, എൻ്റെ യേശു ജയാളിയാണ്. പ്രൈസ് ദി ലോർഡ്. എന്ന ആരാധനയ്ക്ക് വന്നവർ അകത്തളത്തിൽ കുറിച്ചിട്ടുള്ളൂ. സബ് കോൺഷ്യസ് മൈൻഡിൽ ഒന്ന് എഴുതി വെച്ചോളൂ, പരാജയപ്പെട്ടവന്റെ മാർഗമല്ല ഇത്. ഇറങ്ങിത്തിരിച്ചവരെ വിജയത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു അതുല്യ നാമമുണ്ടെങ്കിൽ അത് യേശു എന്ന നാമമാണ്. പ്രൈസ് ദി ലോർഡ്. ആരാധന വന്നൊരു 100 പ്രാവശ്യം യേശുവിൻ്റെ നാമമൊക്കെ ഒന്ന് പറയാൻ കഴിഞ്ഞോണ്ടല്ലോ, അതൊരു ചലനമാണ്. പാട്ടൊക്കെ പാടിയപ്പോൾ എന്താ സുന്ദരമായി, എനിക്കതൊരു ഇഷ്ടപ്പെടും. വളരെ മനോഹരമായ നല്ല അർത്ഥവത്തായ ഗംഭീരമായ പാട്ട്, ആരാധിക്കാൻ ഉത്സാഹം കാണിക്കുന്ന ഒരു പറ്റം ദൈവത്തിൻ്റെ ജനം. നിങ്ങളെ കർത്താവ് ധന്യമായിട്ട് അനുഗ്രഹിക്കട്ടെ. വെളിപ്പാട് പുസ്തകം എഴുതുമ്പോൾ യോഹന്നാൻ 1-2 കൂട്ടം കാര്യങ്ങളോട് നമ്മളോട് പറയാനുണ്ട്. യോഹന്നാൻ പറയുന്നതാണ്, ഡൊമിഷ്യൻ ചക്രവർത്തിയുടെ പട്ടാളക്കാർ എൻ്റെ കയ്യിൽ പിടിച്ച് കയറ്റി എന്നെ ഒരു പായ്ക്കപ്പലിലേക്ക് കയറ്റുന്നു. ആ പായ്ക്കപ്പൽ ഈജിയൻ കടലിന്
കടലിൻ്റെ തിരകളെ കീറി മുറിച്ചുകൊണ്ട് പത്മോസിനെ ലക്ഷ്യമാക്കി പായുന്നു. നിങ്ങളെന്നെയും എൻ്റെ കൂടെ വരണം. നമ്മളെല്ലാവരും പത്മോസിലേക്ക് ഒന്ന് പോകാൻ പോവുകയാണ്. ഈ പായ്ക്കപ്പൽ പത്മോസിൻ്റെ ഓരം തല്ലി നിൽക്കുന്നു. ഡൊമിഷ്യൻ ചക്രവർത്തിയുടെ ശക്തന്മാരായ പടയാളികൾ യോഹന്നാൻ്റെ കയ്യിൽ പിടിച്ച് ആ പത്മോസ് ദ്വീപിലേക്ക് ഇറക്കി വിടുന്നു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു കാണാം, അത് വേദപുസ്തകം പറയുന്നില്ല, യോഹന്നാനെ നിനക്ക് ഇവിടെ പാടാം, ഇവിടെ നിനക്ക് പ്രവചിക്കാം, ഇവിടെ നിനക്ക് പ്രസംഗിക്കാം, ഇവിടെ നിനക്ക് ആരാധിക്കാം, ബായ് ബായ്, നിനക്ക് എന്ത് ചെയ്യാം, ബായ് ബായ്, ഞങ്ങൾ വരട്ടെ. അവർ മടങ്ങിപ്പോകുകയാണ്. യോഹന്നാൻ ചുറ്റുവട്ടത്തേക്ക് നോക്കി, ഭീതിപ്പെടുത്തുന്ന അന്തരീക്ഷം. യോഹന്നാന് മനസ്സിലായി അപകടത്തിൻ്റെ അങ്ങേ അറ്റത്തെത്തിയിരിക്കുന്നു. തിരിഞ്ഞു നോക്കിയപ്പോൾ പട്ടാളക്കാർ കൈ ആഞ്ഞാഞ്ഞ് വീശി കാണിക്കുന്നുണ്ട്. എന്താ കാര്യം അറിയാമോ? യോഹന്നാനെ ഇവിടെ ഒരുപാട് പേരെ ഞങ്ങൾ കയറ്റി വിട്ടിട്ടുണ്ട്, ഒരുത്തനും ഇന്ന് വരെ മടങ്ങി വന്നിട്ടില്ല. ഇത് ഞങ്ങളുടെ അവസാനത്തെ പണിയാണ്. നിന്റെ ഇടപാട് തീർന്നു, നീ ഇനിയും പുറത്തു വരില്ല. ഹലോ, പറയുന്നത് ഡൊമിഷ്യൻ ചക്രവർത്തിയാണ്. എന്നാൽ യോഹന്നാൻ അറിയാം, അതിൻ്റെ മേലൊരു സിംഹാസനം എനിക്കുണ്ട്, അതിൻ്റെ മേലൊരു അധികാരി എനിക്കുണ്ട്. അവൻ പറയുന്നത് പോലെ നടക്കും. ഇന്ന് പകൽ ആരാധനയ്ക്ക് വന്ന ദൈവജനം അകത്തളത്തിൽ പറയണം, എൻ്റെ യേശു ജയാളിയാണെങ്കിൽ അവൻ പറയുന്നത് പോലെ സംഭവിക്കുള്ളൂ, അവൻ്റെ വാക്കിന് അപ്പുറത്തേക്ക് ആർക്കും പോകാനാവില്ല എന്ന് പകൽ ഞാൻ വിളിച്ചു പറയാം. യോഹന്നാൻ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. യോഹന്നാൻ എങ്ങനെ അറിയില്ല? എന്തായാലും വെള്ളം കുടിക്കാനുണ്ടോ, ഭക്ഷണമുണ്ടോ, ഒന്നും അറിയില്ല. ഒന്നുമില്ല. യോഹന്നാൻ കർത്തൃ ദിവസം വന്നപ്പോൾ, ഹലോ, എനിക്ക് ഒത്തിരി സന്തോഷം. ഞാനോ നിങ്ങളൊക്കെ ആണെങ്കിൽ ഒത്തിരി കംപ്ലയിൻസ് ഒക്കെ പറഞ്ഞ്, കർത്താവേ നീ എന്നെ പണിയാണ് കാണിക്കുന്നത്, നിനക്ക് വേണ്ടി ഇത്ര ഇറങ്ങി ഇതാ പിടിച്ച് ഈ ഭാരതി കൊണ്ടിട്ടേക്കുന്നു, അടുത്ത ദിവസം ചാവുകയാണ്. എങ്ങനെ ചാവുന്നത്? മൃഗങ്ങൾ കടിച്ചു കീറുകയാണോ, അതോ വെള്ളം കിട്ടാതെ ചാവുകയാണോ, ഭക്ഷണമില്ല, എങ്ങനെയാണെന്നൊക്കെ ചോദിച്ച് നമ്മൾ ആകെപ്പാടെ ഭയപരവശരാകും. പക്ഷെ കർത്തൃ ദിവസം വന്നപ്പോൾ യോഹന്നാൻ ആരാധിക്കാൻ തയ്യാറായി. ഹലോ, നമ്മളൊക്കെ ആരാധിക്കണമെങ്കിൽ കൂടെ ഒന്ന് കൈയടിക്കാൻ ആരെങ്കിലുമൊക്കെ വേണം, കൂടെ ഒന്ന് പാടി സഹായിക്കാൻ ആരെങ്കിലുമൊക്കെ വേണം. യോഹന്നാൻ്റെ കൂടെ കൈയടിക്കാൻ തൻ്റെ സഭ അവിടെ ഇല്ല, അതങ്ങ് എഫെസോസിൽ കിടക്കുന്നു. കൂടെ ഒന്ന് കൈയടിച്ചൊന്ന് സ്വോത്രം പറയാൻ സഹോദരന്മാരവിടെ ഇല്ല, അവരങ്ങ് യെരൂശലേമിൽ കിടക്കുന്നു. ആരുമില്ലെങ്കിലും ഒറ്റയ്ക്ക് ആരാധിച്ചാൽ കേൾക്കുന്നൊരു ദൈവമുണ്ടെന്ന് യോഹന്നാൻ അറിയാം. അവർ കഴിഞ്ഞ നാളുകളിൽ തിരിച്ചറിഞ്ഞതാണ് ആ യാഥാർത്ഥ്യം. അതുകൊണ്ട് യോഹന്നാൻ താണ്ട് മുഴങ്കാൽ മടക്കി. എവിടെ എങ്ങനെയൊന്നും എനിക്കറിയില്ല, പായുണ്ടോ എന്തെങ്കിലും ഉണ്ടോ, ഒന്നും കാണാൻ സാധ്യതയില്ല. എന്നാൽ ഒരു കാര്യം ഓർത്തോളൂ, ആരാധനയ്ക്ക് മുഴങ്കാൽ മടക്കുന്നിടത്തേക്ക് ഇറങ്ങി വരുന്നവനുണ്ട് എന്ന് ഇന്ന് പകൽ ദൈവജനം തിരിച്ചറിയണം. എനിക്ക് ഒത്തിരി സന്തോഷം. യോഹന്നാൻ കാണിക്കുന്ന അതുല്യമായ ഒരു ചിത്രമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കാണിക്കുന്നത്. ആരാധനയുടെ തലം മാറും, ആരാധനയുടെ സ്റ്റൈല് മാറും, പ്രാർത്ഥനയുടെ ശക്തി മാറും. സകല മാറ്റങ്ങൾക്കും കാരണം അകത്തളത്തിൽ ഉരുവാകുന്ന ദൈവബന്ധമാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, നമ്മുടെ ആറ്റിറ്റ്യൂഡ് അതാണ് വിജയത്തിൻ്റെ ഏറ്റവും അടിത്തറ എന്ന് പറയുന്നത്. ദേവദാസ് പറഞ്ഞ പോലെ ഞാൻ ഇത്തിരി പുസ്തകമൊക്കെ എഴുതിയിട്ടുണ്ട്. വിജയത്തിൻ്റെ 26 ചവിട്ടുപടി എന്നൊരു പുസ്തകം ഈ അടുത്ത ദിവസങ്ങളിൽ ഇറക്കി. അതിൻ്റെ ഒന്നാമത്തെ എ എന്ന് പറയുന്ന അക്ഷരം വെച്ചാണ് എഴുതിയിരിക്കുന്നത്. ആറ്റിറ്റ്യൂഡ്, പ്രാർത്ഥനയോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ആരാധനയോടുള്ള ആറ്റിറ്റ്യൂഡ്, ഇന്ന് രാവിലെ ആലയത്തിൽ വന്ന് ഇവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ ആറ്റിറ്റ്യൂഡ്, കർത്താവിനോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ്, ദൈവത്തിൻ്റെ വചനത്തോടുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്? നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് സകല മാറ്റവും വരുത്തുന്നത്. യോഹന്നാൻ ആരുമില്ലെങ്കിലും യോഹന്നാൻ അറിയാം കർത്തൃ ദിവസം ആരാധിക്കാനുള്ളതാണ്. കർത്തൃ ദിവസം കർത്താവിൻ്റെ ദാസൻ ആത്മവിവശത. 3 കൂട്ടം കാര്യങ്ങൾ പറഞ്ഞ് 10ാം വാക്യം വളരെ സുന്ദരമായിട്ട് വെളിപ്പെടുത്തുന്ന ഒരു ഭാഗമാണ് ഞാൻ നിങ്ങളുടെ അരിയിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെയാണെങ്കിൽ ആത്മവിവശത എന്ന് പറയുന്ന വാക്കിന് ഒരു ഗ്രീക്ക് വാക്ക് ഇങ്ങനെയാണ്, എൻ്റെ ന്യൂമാറ്റിയോൺ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വാക്ക് ഉപയോഗിച്ചാണ് യോഹന്നാൻ അത് എഴുതി വച്ചിരിക്കുന്നത്. അതിൻ്റെ 3-4 അർത്ഥമുണ്ട്. അത് മനസ്സിലാക്കിയാൽ ഞാനും നിങ്ങളും ആരാധനയുടെ ആഴത്തിലേക്ക് ഇറങ്ങാൻ തയ്യാറാകും. കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ദൈവത്തെ സ്തുതിച്ചോളൂ. പ്രൈസ് ദി ലോർഡ്. ആരാധന എന്ന് പറയുന്ന അതുല്യമായ സംവിധാനം, അതുല്യമായ സംഗതി, അത് അനുഭവിച്ചറിഞ്ഞ് ആരാധിക്കാൻ ആർക്ക് കഴിയുമോ അവിടെ ആത്മാവ് ചലിക്കും. പ്രൈസ് ദി ലോർഡ്. ആത്മാവ് ചലിച്ചാൽ നീ ഇവിടെ വരെ വരാവൂ എന്ന് പറയാൻ ഒരു ശക്തിക്ക് കഴിയില്ല. യോഹന്നാനെ നിന്റെ പരിപാടി ഇവിടെ തീർന്നെന്ന് പറഞ്ഞാൽ ആത്മാവ് ഇറങ്ങി വന്നാൽ ഡൊമിഷ്യൻ ചക്രവർത്തിയെ നിന്റെ പരിപാടിയാണ് തീരുന്നത്, യോഹന്നാന്റെ പരിപാടി അല്ല. പ്രൈസ് ദി ലോർഡ്. ആത്മാവിൽ ചലിക്കപ്പെടുന്ന, ആത്മാവിൽ നിയന്ത്രിക്കപ്പെടുന്ന, ആത്മാവിൽ നടക്കുന്ന ആരുണ്ടോ, ഏത് ദൈവഭൃതനുണ്ടോ, ദൈവജനമുണ്ടോ, അവരെ ഒതുക്കാൻ കഴിയുന്ന ശക്തി ഇന്ന് വരെ ജയിച്ചിട്ടില്ല. വിശ്വസിക്കുക. ഹല്ലേലൂയ. ആരാധനയ്ക്കെതിരെ, പ്രാർത്ഥനയ്ക്കെതിരെ ഒരു ആയുധവും പിശാചോ ഒരു രാജ്യങ്ങളോ കണ്ടുപിടിച്ചിട്ടില്ല.
നമുക്കറിയാം ഏത് മിസൈൽ വന്നാലും അതിനെ തകർക്കുന്ന ആ മിസൈല് യഹൂദന്മാർ കണ്ടുപിടിച്ചിട്ടുണ്ട്. പ്രാർത്ഥനയെ തകർക്കുന്ന ഒരു മിസൈൽ ആരും കണ്ടുപിടിച്ചില്ല. വിശ്വസിക്കാൻ എത്ര പേർക്ക് വരുന്നുണ്ട്? പറയുമല്ലോ, ഞാനും നിങ്ങളും മുഴങ്കാലം മടക്കി പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ 2-3 ദിവസത്തേക്ക് തടഞ്ഞെന്ന് വരാം, അല്ലെങ്കിൽ മാക്സിമം ഒരു 10-20 ദിവസം തടഞ്ഞെന്ന് വരാം. പക്ഷേ അതിനപ്പുറം നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ശക്തിയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ യോഹന്നാൻ കർത്തൃ ദിവസം വന്നപ്പോൾ മുഴങ്കാലം മടക്കി. കൂടെ ആരുമില്ലെങ്കിലും അവൻ ആരാധിച്ചേ പറ്റൂ. അവൻ്റെ അകത്തളത്തിൽ ദൈവത്തിന്റെ വചനം നിറയുകയാണ്. അവൻ്റെ മേൽ ആത്മാവ് ചലിക്കുകയാണ്. പരിശുദ്ധാത്മാവിലുള്ള ആരാധന അവിടെ നടക്കുകയാണ്. അവൻ ആരാധിക്കുമ്പോൾ അവിടെ പറയുകയാണ്, കർത്താവ്രദാസൻ കർത്തൃ ദിവസം ആത്മവിവശത ആരാധനയ്ക്ക് മുഴങ്കാൽ മടക്കിയപ്പോൾ സാഹചര്യം മുഴുവൻ മാറി. പാടാനാളില്ല, ഉപകരണങ്ങളില്ല, മറ്റ് സംവിധാനങ്ങളില്ല, അവിടുത്തെ ഒരു സാധനങ്ങളുമില്ല. പക്ഷെ യോഹന്നാൻ അറിയാം, ഇതൊന്നും കൊണ്ടല്ല ആരാധന വെളിപ്പെടുന്നത്. എൻ്റെ ഹൃദയത്തിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുമ്പോൾ അവിടെ ആരാധന വെളിപ്പെടും. ആ സ്തോത്രത്തിന് വില ഭയങ്കരമാണ്. നമ്മൾ ആത്മാർത്ഥമായി ആരാധിക്കാതെ, അത് ഞാൻ ആത്മമണ്ഡലത്തിൻ്റെ ഒന്നാമത്തെ കാര്യം, ഒരു അറ്റൻഷൻ അഥവാ ഒരു ഉയർന്ന മണ്ഡലത്തിലേക്ക്. അതിന് ആത്മീകരായി ഞാൻ നിങ്ങൾ പറഞ്ഞ പേരാണ് ഒരു ആത്മമണ്ഡലം. ആരാധനയ്ക്ക് വരുന്നവർ ഒരു ആത്മമണ്ഡലത്തിലേക്ക് കയറണം. ഹലോ, അതിന് പാട്ട് നമ്മളെ സഹായിക്കും, അതിന് നമ്മളെ ദൈവത്തിൻ്റെ വചനം സഹായിക്കും. അതിനാ ദൈവദാസന്മാരായ ഞങ്ങൾ ചാടി ഓടി അങ്ങനെ നമുക്ക് ആരാധിക്കാൻ, കൈയടിക്കാൻ, സ്വോത്രം ചെയ്യാന്നൊക്കെ പറയുന്നത് അറിയാമോ? ആ ആത്മമണ്ഡലത്തിനകത്തേക്ക് ആരാധനയിൽ വന്ന ആൾക്കാരെ ഒന്ന് കയറ്റുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ഉദ്ദേശം. അവിടേക്ക് ഒരുവൻ കയറിയാൽ അവിടെ അത്ഭുതം നടക്കും, അവിടെ സൗഖ്യം നടക്കും, അവിടെ അനുഗ്രഹങ്ങൾ നടക്കും, അവിടെ ആരോഗ്യം വരും, അവിടെ ബലം വരും. വന്നതുപോലെയല്ല അവൻ മടങ്ങിപ്പോകുന്നത് എന്ന് പകൽ തിരിച്ചറിഞ്ഞോണേ. ആരാധനയിലേക്ക് വന്നതുപോലെ ചുമ്മാ പോകാനല്ല ആൾക്കാർ ആരാധനയ്ക്ക് വരുന്നത്. ആരാധനയിൽ ഇറങ്ങി വരുന്നൊരു ദൈവ സാന്നിധ്യമുണ്ട്. അതൊന്ന് തിരിച്ചറിഞ്ഞ് ആ ജയത്തോടെ നമുക്ക് മുന്നോട്ട് പോകാൻ. ആരാധിപ്പിക്കില്ല എന്ന് പറയുന്ന ശത്രുവുണ്ട്, ശക്തിയുണ്ട്. എന്നാൽ ആരാധിച്ചോളൂ എന്ന് പറയുന്നത് കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ഒരു ഉദാഹരണത്തിൽ കൂടെ തന്നെ അത് പറഞ്ഞ് മുന്നോട്ട് പോകാം. നമുക്കറിയാം, ആലയം ഒരു ഹാർഡ്വെയർ ആണ്, ആരാധന ഒരു സോഫ്റ്റ്വെയറാണ്. ഇതാണ് ഇതിനകത്ത് നിങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്, പാട്ട് കാണുന്നുണ്ട്, ഈ സാധനം എല്ലാം കാണുന്നുണ്ട്. ആ പെട്ടി അവിടെ ഇരുന്നാലൊന്നും കാണില്ല. അതിനകത്തേക്ക് ഒരു സോഫ്റ്റ്വെയർ വരുന്നുണ്ട്, അതിനകത്ത് ഈ സംഭവം വരുന്നുണ്ട്. ആലയത്തിൽ നമ്മൾ വന്നതുകൊണ്ടായില്ല. ആരാധനാലയം ഒരു ഹാർഡ്വെയർ ആണ്, ആരാധന സോഫ്റ്റ്വെയർ ആണ്. നമ്മുടെ ശരീരം ഒരു ഹാർഡ്വെയർ ആണ്, നമ്മുടെ മനസ്സൊരു സോഫ്റ്റ്വെയർ ആണ്. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചോളൂ. പ്രൈസ് ദി ലോർഡ്. ആലയത്തിൽ വന്നവൻ മനസ്സോട് ആരാധിക്കാൻ തയ്യാറായാൽ, ഹൃദയംഗമായി ദൈവത്തെ ആരാധിക്കാൻ തയ്യാറായാൽ, ശരീരം ഇവിടെ വന്നതുകൊണ്ട് പറ്റില്ല, നമ്മൾ ഒരുമിച്ച് ആരാധിക്കാൻ തയ്യാറായാൽ അത്ഭുതം നടക്കുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിൽ തന്നെ അതൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്ന മഹത്തരമായ സത്യം. യൂണിറ്റി ഓഫ് ദ പീപ്പിൾ, യൂണിറ്റി ഓഫ് ദ ബോഡി. ഒരു പറ്റം ആൾക്കാർ ഒരുമിച്ച് വരുമ്പോൾ അവരുടെ നടുവിൽ അത്ഭുതം ചെയ്യാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സംഗീതക്കാരൻ പറയും, എൻ മനമേ, എൻ്റെ സർവ്വ അന്തരംഗവുമേ, എൻ മനമേ അവൻ്റെ ഉപകാരങ്ങൾ. രാവിലെയൊക്കെ ഒന്ന് പറയണം കേട്ടോ. വല്ലപ്പോഴൊക്കെ സമയം കിട്ടുമ്പോൾ വണ്ടി ഓടിച്ച് പോകുമ്പോഴോ തിരക്കിനിടയ്ക്കോ ഒക്കെ ഇരിക്കുമ്പോൾ പറയണം, എൻ മനമേ യഹോവ. മനസ്സ് അങ്ങോട്ടൊന്ന് വിട്ടുകൊടുക്കാൻ തയ്യാറായാൽ അവിടെ അത്ഭുതം ചെയ്യാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ഇവിടെ ഒരു 25-30 പേര് ഒരുമിച്ച് വരുന്നു. അവർ ഒരുമിച്ച് ഒരു ആരാധനയുണ്ടല്ലോ, ശത്രുവിൻ്റെ സകല കെട്ടും പൊട്ടും. ഏത് വമ്പനാണെങ്കിലും ഏത് കൊമ്പനാണെങ്കിലും മുമ്പിൽ അടിയറോ പറയുന്ന ഒരു ആരാധന എന്ന് രാവിലെ ഞാൻ വിളിച്ചു പറയാം. ആരാധനയ്ക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു ശത്രുവും ശക്തനുമില്ല എന്നത് ദൈവജനം കണ്ടറിഞ്ഞതാണ്, നമ്മൾ തൊട്ടറിഞ്ഞതാണ്, നമ്മൾ രുചിച്ചറിഞ്ഞതാണ്. സന്തോഷമുള്ള എത്ര പേരുണ്ട്? പ്രൈസ് ദി ലോർഡ്. എന്ന് രാവിലെ ഞാൻ വിളിച്ചു പറയുന്നത് ഓർക്കുക, ഒരുമിച്ച് ഒരുമനപ്പെട്ട് ഒരു മനസ്സോടെ ഐക്യതയോടെ, യൂണിറ്റി ഓഫ് ദ പീപ്പിൾ, യൂണിറ്റി ഓഫ് ദ ബോഡി. ആദ്യം നമ്മുടെ ശരീരത്തിനൊരു യൂണിറ്റി ഉണ്ടായിരിക്കണം. ആരാധനയ്ക്കാണ് ഞാൻ വന്നിരിക്കുന്നത്, ദൈവത്തെ ആരാധിക്കാനാണ്. അതിനകത്ത് ചുമ്മാ നിൽക്കാതെ കൈയടിച്ച് എല്ലാവരും പാടുമ്പോൾ ഒന്ന് പാടി കൈയടിച്ച് ആരാധിക്കാൻ നോക്ക്. നിന്റെ സകല വേദനയും മാറ്റാൻ ഒരുവൻ ഇറങ്ങി വന്നിട്ടുണ്ട്. ആലയത്തിൽ വിടുതൽ പ്രാപിച്ച ആയിരക്കണക്കിന് ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയും. ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയുന്നു, ആരാധന എന്ന് പറയുന്നത് ഒരു ആത്മമണ്ഡലത്തിലേക്ക്, മറ്റൊരു മണ്ഡലത്തിലേക്ക് എത്തുന്നതാണ്. ഇവിടേക്ക് നമ്മൾ വരുമ്പോൾ ആ മണ്ഡലമല്ല, ഇതിനകത്ത് വന്ന് ദൈവത്തെ പാടി ആരാധിക്കുമ്പോൾ
കഴിയുമ്പോൾ ഇതിനകത്തൊരു ആത്മസാന്നിധ്യം വരും. ആ ആത്മസാന്നിധ്യത്തിലേക്ക് ആത്മീകം ചാടിക്കയറുമ്പോൾ അവൻ അറിയാതെ ചിലപ്പോൾ തുള്ളിയെന്നിരിക്കും, ചാടിയെന്നിരിക്കും, ഉറച്ച് ദൈവത്തെ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യുന്നിരിക്കും, ചിലപ്പോൾ നൃത്തം ചെയ്തെന്നിരിക്കും. പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ള എത്ര പേരുണ്ട്? കാരണം എന്തറിയാമോ, അവന്റെ അകത്തളത്തിൽ വരുന്ന ഒരു സന്തോഷം, ഒരു ആത്മസാന്നിധ്യം, ഒരു മറ്റൊരു മണ്ഡലത്തിലേക്ക് അവൻ മാറുന്നതിന്റെ ഒരു കാര്യമാണ് അവന്റെ ആരാധനയുടെ ഔന്നത്യം എന്ന് പറയുന്നത്. അത് സ്വീകരിപ്പാൻ ഇവിടെ പാസ്റ്റർമാരല്ല, ഇവിടുത്തെ ജനമല്ല, കർത്താവ് തന്നെ ഇറങ്ങി വരും. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? പ്രൈസ് ദി ലോർഡ്. ആരാധിക്കുന്ന ജനം ഇന്ന് വരെ പരാജയപ്പെടാൻ അനുവദിക്കാത്തൊരു നാമമുണ്ടെങ്കിൽ അത് ഞാനും നിങ്ങൾ സ്തുതിച്ചാരാധിക്കുന്ന യേശുവിന്റെ നാമമാണ്. ഞാൻ ഒരു ഉദാഹരണം പറയാം. പണ്ടൊക്കെ നാട്ടിൽ ഭയങ്കര വടംവലി മത്സരം ഉണ്ടായിരുന്നു. പാസ്റ്റർക്കൊക്കെ അറിയാം. അപ്പുറത്തൊരു 20 ചെറുപ്പക്കാർ നിൽക്കുന്നു, ഇപ്പുറത്തൊരു 20 ചെറുപ്പക്കാർ നിൽക്കുന്നു. ഭയങ്കര വടമൊക്കെ കൊടുത്ത് ഭയങ്കര മത്സരമാണ്. 20 ചെറുപ്പം, അതിൽ ഒരു ടീമേ ജയിക്കുള്ളൂ, ഒരു ടീം തോക്കും. ഇന്ന് അതൊക്കെ മാറി പക്ഷേ കേട്ടോ, അത് അന്നായിരുന്നു. ഇന്ന് ഭയങ്കര മത്സരമുണ്ട്, വടംവലി മത്സരം ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പുറത്തൊരു കൊമ്പനാനയും അപ്പുറത്ത് കുറേ ചെറുപ്പക്കാരും. അങ്ങനെ ഇപ്പോഴത്തെ മത്സരം. ഇപ്പോൾ ആൾക്കാർ തമ്മിൽ വടംവലി മത്സരമൊന്നും ഔട്ട് ഓഫ് ഫാഷനായി പോയി. അപ്പോൾ ഇപ്പുറത്തൊരു കൊമ്പനാന നിൽക്കുന്നു, അപ്പുറത്തെ പേരാ 10 20 ചെറുപ്പക്കാർ നിൽക്കുന്നു. ഒരാനയ്ക്ക്, നല്ല കൊമ്പനാന, നല്ല ആരോഗ്യമുള്ള ഒരു ആനയ്ക്ക് എത്ര ബലവാന്മാരായ ആരോഗ്യവാന്മാരായുടെ ബലമുണ്ട്? പറയാമോ? നിങ്ങൾക്ക് എന്ത് തെറ്റും പറയാം, ഏത് ശരിയും പറയാം. എംപോസിഷൻ തരില്ല, പണിഷ്മെൻ്റ് ഇല്ല, ക്ലാസ്സിൽ നിറക്കി വിടത്തില്ല. ധൈര്യമായിട്ട് പറയാം. എന്ന് വെച്ചാൽ ഇന്ന് വന്നിട്ട് വെറുതെ പോവരുത്. അകത്തളത്തിൻ്റെ ആത്മസാന്നിധ്യം വ്യാപരിക്കുവാൻ ഞാൻ പറയുന്ന ഈ ഉദാഹരണങ്ങൾ നിങ്ങൾ മറക്കില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ എത്ര പേരുടെ ആരോഗ്യമുണ്ട്? ഒരാനയ്ക്ക് ആരോഗ്യവാന്മാരായ, ചുമ്മാ കൊച്ചു നമ്മളെപ്പോലും ഉള്ളവരല്ല, നല്ല തടിമിടുക്കുള്ള, നല്ല മസിൽ പവറുള്ള, നല്ല ശക്തന്മാരായ 6 അടി ഉയരമൊക്കെ അതിൻ്റെ ശക്തിയുള്ള ഒരു എത്ര പേരുണ്ട്? എത്ര പേർക്ക് ഈ ആനയുടെ ബലമുണ്ട്? ഒരാനയുടെ ശക്തി എന്ന് പറയുന്നത് എത്ര പേർക്കാണ്? ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുന്നത്. ചുമ്മാ ഇരിക്കാതെ ഒരു ഉദ്ദേശം. നിങ്ങളാരും ഒന്നും പറയുന്നില്ല, തെറ്റിപ്പോകുന്നുള്ളവരുണ്ടായിരിക്കും. തെറ്റിയാലല്ല ശരിയാവുള്ളൂ. എത്ര? 100. കൊള്ളാം, നല്ല കണക്കാണ്. പക്ഷേ ഞാനിങ്ങനെ പറയാം, ഇനി നിങ്ങളെ കൂടെ പറയിപ്പിക്കാൻ 8 ആരോഗ്യവാന്മാരുടെ ശക്തിയെ ഒരു ആനയ്ക്കുള്ളൂ. നമുക്ക് 2 പത്തം കൊടുത്തേക്കാം, അത്രേ ഉള്ളൂ കേട്ടോ. ഒരു കൊമ്പനാന, ആരോഗ്യമുള്ള കൊമ്പനാന, അത്രയും ശക്തി 10 നല്ല ആരോഗ്യവാന്മാർ. കണക്ക് 8 എന്നുള്ളതാണ്. പക്ഷെ വടംവലി നടക്കുന്നു, അപ്പുറത്ത് 20 പേര് നിൽപ്പുണ്ട്, ഇവിടെ ആനയാണ് നിൽക്കുന്നത്. വടംവലി ഇതാ ടൈറ്റായിട്ട് അങ്ങോട്ട് തുടങ്ങി. വടംവലി ആരാ ജയിക്കുന്നത്? പേടിച്ചാ പറയുന്നത്, ധൈര്യമായിട്ട് പറ. ആന ജയിക്കും. എന്താ കാര്യം? അവിടെ 20 പേരാ നിൽക്കുന്നത്. 3 ആനയുടെ ബലമുള്ള ശക്തി അവിടെ അപ്പുറത്തുണ്ട്. പക്ഷെ ജയിക്കുന്ന ഈ ആനയാണ്. എന്താ കാര്യം? ഇവിടെ ആരാണ്ട് മറുപടി പറഞ്ഞു കേട്ടോ. ആനയ്ക്കൊരൊറ്റ മനസ്സേ ഉള്ളൂ എന്ന് രാവിലെ ഞാൻ വിളിച്ചു പറയാം. 25 പേര് വന്ന് ആരാധിക്കുമ്പോൾ ഒരൊറ്റ മനസ്സോട് ആരാധിക്കാൻ തയ്യാറായാൽ, ഏക മനസ്സോട് ആരാധിക്കാൻ തയ്യാറായാൽ, ഒരൊറ്റ ആത്മസാന്നിധ്യത്തിൽ ആരാധിക്കാൻ തയ്യാറായാൽ, നമുക്ക് ദൈവത്തെ കൈയടിച്ച് ആരാധിക്കാം, പാടി ആരാധിക്കാം എന്ന് പറഞ്ഞാൽ അതിലേക്ക് ജനം ഒരുമിച്ച് വന്നാൽ അപ്പുറത്ത് നിൽക്കുന്നത് എത്ര കൊമ്പനാണെങ്കിലും എത്ര വമ്പനാണെങ്കിലും തകർക്കുന്ന ദൈവത്തിന്റെ ആരാധന നമ്മുടെ നടുവിൽ വെളിപ്പെടണമോ? ജനം ഒരുമനപ്പെട്ടേ മതിയാകൂ. പ്രൈസ് ദി ലോർഡ്. ഒരുമനപ്പെടുന്ന ജനത്തിന്റെ മുൻപിൽ ജയിക്കാൻ കഴിയുന്ന ഒരു ശക്തിയുമില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാവിലെ ഞാൻ വിളിച്ചു പറയാം, ആരാധനയുടെ മുമ്പിൽ കെട്ടും കൊട്ടും എല്ലാം തീരും. അതെല്ലാം തകർക്കുന്ന ഒരു ആരാധന ആത്മികർക്ക് ദൈവം തന്നിരിക്കുന്ന ആത്മിക സമ്പത്താണ്. പ്രൈസ് ദി ലോർഡ്. നമുക്കിവിടെ $5000 തരുന്നതിനേക്കാൾ അല്ലെങ്കിൽ ഭയങ്കര എമൗണ്ട് തരുന്നതിനേക്കാൾ ഒരു ആരാധനയുടെ ശക്തിയും ആരാധനയുടെ ബലവും തന്നോണ്ടല്ലോ, അത് ഭയങ്കരമാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ഞാനൊരു ഉദാഹരണം പറഞ്ഞു പോകാം. ഒരുപാട് സൗഖ്യങ്ങൾ, ഒരുപാട് വിടുതലുകൾ അനുഭവിച്ചിട്ടുള്ളവർക്ക് ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ ഈ പെന്തക്കോസിലേക്കൊക്കെ വരാൻ, യേശുവിനെ കണ്ടെത്താനൊക്കെ കാരണം എന്നറിയാമോ? ഒരു ഭയങ്കര അത്ഭുതം കണ്ടതാണ്. അവിടെ ഞാൻ ചിന്തിച്ചു, ഇത് ഭയങ്കരമാണല്ലോ. പണ്ടത്തെ കാര്യങ്ങൾ പറയുന്ന പോലെ അല്ലല്ലോ. പെന്തക്കോസുകാർ ചുമ്മാ വാ വലിച്ചു കീറുന്നവർ മാത്രമല്ലല്ലോ, അവരുടെ മേലൊക്കെ എന്തോ ശക്തി ഉണ്ടെന്ന്. എൻ്റെ ഒരു അമ്മാച്ചൻ്റെ ഭാര്യ, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുക, സമയം എനിക്കറിയാം. അമ്മാച്ചൻ്റെ ഭാര്യ ക്യാൻസർ രോഗം, അതിൻ്റെ 4ാം സ്റ്റേജും കഴിഞ്ഞു. 5ാം സ്റ്റേജ് തിരുവനന്തപുരം ക്യാൻസർ സെൻ്ററിൽ ഹോസ്പിറ്റലിൽ ഡോക്ടർ പറഞ്ഞു വീട്ടിൽ കൊണ്ടുപോയിക്കോളൂ, ഇനി യാതൊരു നിവൃത്തിയില്ല. 4 സ്റ്റേജും കഴിഞ്ഞു, 5ാം സ്റ്റേജും കഴിഞ്ഞിരിക്കുന്നു. ഇനി അങ്ങോട്ട് പോയാൽ ഒരാഴ്ച അങ്ങനെ ജീവിക്കുള്ളൂ. വീട്ടിൽ കൊണ്ടിട്ടിരിക്കുകയാണ്. ആളിനെ കണ്ട ആണെന്ന് തോന്നുന്നില്ല. അത്ര വല്ലാത്തൊരു കാഴ്ച അവിടെ കിടക്കുന്നു. അങ്ങനെ ആൾക്കാർ വരുന്നു, കാണുന്നു, പോകുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പരേതനായ പാസ്റ്റർ PV മത്തായിച്ചൻ്റെ ഭാര്യ വീട്ടിൽ നിന്ന്
പ്രാർത്ഥിക്കുമ്പോൾ, പാഴ്സനേജ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ പറഞ്ഞു അഴകത്ത് വീട്ടിലേക്ക് ചെല്ലാൻ. ഞങ്ങളുടെ വീട്ടിലേക്ക് അവിടെ ഉപദേശിമാരും കയറില്ല, പക്ഷേ ഒരെണ്ണവും അവിടേക്ക് വരില്ല. ഞങ്ങളുടെ അമ്മാച്ചന്മാർ 2 ജീവപര്യന്തം തടവ് കഴിഞ്ഞ് വന്നവന്മാരാ. എന്നാ സൈസുകളാണ്, ഒരെണ്ണവും വെള്ളം അടിക്കാതിരിക്കത്തില്ല ഒരു സമയം. ആ വീട്ടിലേക്ക് ഒരൊറ്റ മനുഷ്യൻ കയറില്ല. പക്ഷേ ഈ അമ്മാമിക്ക് ഭയങ്കര ധൈര്യം കേട്ടോ. അവരെ ഞങ്ങൾ മനുഷ്യനെ പിടിക്കുന്നവരെന്നാണ് പറയുന്നത്. അവർ വരുന്ന കാണുമ്പോഴേ എല്ലാവരും കഥ അടച്ചോളും. വീട്ടിൽ കയറിയ വീടും കൊണ്ടേ പോകത്തുള്ളൂ, അതിന് പിന്നെ മാറ്റമില്ല. എന്തായാലും ഈ അമ്മാമ്മ ദൈവിക വെളിപ്പാടുമായിട്ട് കൊണ്ട് വന്നു. എൻ്റെ വീട്ടിൽ ആദ്യം വന്ന് കയറുന്നത് ഞങ്ങളുടെ വീട്ടിൽ അമ്മയോട് സുവിശേഷം പറഞ്ഞു. ഏതാണ്ട് ഒരു 45 മിനിറ്റ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അമ്മ രക്ഷിക്കപ്പെട്ടു. അമ്മ പറഞ്ഞു താണ്ടി ഇവിടെ എൻ്റെ ആങ്ങളുടെ ഭാര്യ സുഖമില്ല കിടക്കണം, അങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോഴവർക്ക് മനസ്സിലായി ഇവിടേക്കാണ് വിട്ടിരിക്കുന്നത്. അവിടെ ഒരു മണിക്കൂർ ഇരുന്ന് അവരോട് സുവിശേഷം പറഞ്ഞു. ഈ ചാകാൻ കിടക്കുന്ന ആ സഹോദരി ആ കിടക്കേ കിടന്ന് പറഞ്ഞു, ഈ യേശുവിനെ എനിക്ക് വേണം. പ്രൈസ് ദി ലോർഡ്, ഈ യേശുവിനെ എനിക്ക് വേണം. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ 2-3 ദിവസം ഉപവാസ പ്രാർത്ഥന വെക്കട്ടെ എന്ന് ചോദിച്ചു. ഓക്കെ, അധികം താമസിക്കേണ്ട, അടുത്ത ദിവസം വ്യാഴം വെള്ളി ശനി പ്രാർത്ഥന വെച്ച് കഴിഞ്ഞു. പത്തനാപുരം അസംബ്ലി സഭയിൽ അന്ന് 10-20 വീട്ടുകാരേ ഉള്ളൂ. 10-35 പേര് വന്ന് ആ വ്യാഴവും വെള്ളിയും 2 ദിവസം തകർപ്പം പ്രാർത്ഥന. എൻ്റെ ദൈവദാസനെ ഭയന്നു പോയിട്ടുണ്ട് അവരുടെ കയ്യടിയും ആ ഒരു ആരാധനയൊക്കെ. ഈ ഒരു മനസ്സോടെന്നൊക്കെ പറയുന്ന ആരാധന അന്ന് ഞാൻ കണ്ടതാണ് മാറി നിന്ന്. ഞാനിതും കാര്യത്തില്ല കേട്ടോ. ഞാനന്ന് ഈ ചിത്രമൊക്കെ കണ്ടു. 3-ാമത്തെ ദിവസം ശനിയാഴ്ച രാവിലത്തെ പ്രാർത്ഥന കഴിഞ്ഞു. 2 മണി മുതൽ 4 മണി വരെ ഒരു പ്രാർത്ഥനയുണ്ടെന്ന് പറഞ്ഞ് അവിടെ പ്രാർത്ഥന നടക്കുകയാണ്. അവരെ ഒരു 20-25 പേരേ ഉള്ളൂ. ഒരു ആത്മ ചൈതന്യം വന്നിട്ട് തീ കത്തുന്നത് പോലെ ഞങ്ങൾ അകത്തേക്ക് നിങ്ങളൊന്ന് പമ്മി നോക്കിയപ്പോൾ ഈ ചാകാൻ കിടക്കുന്ന ആ എൻ്റെ അമ്മാച്ചൻ്റെ ഭാര്യ നൃത്തം ചെയ്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാനായിട്ട് കഴിയും? അല്ലെങ്കിൽ വിടുതൽ പഴയ സഭമല്ല, എന്നും ആത്മാവ് ചലിക്കും, എന്നും അത്ഭുതങ്ങൾ നടക്കും. എവിടെ ആത്മാവിൻ്റെ സാന്നിധ്യം വരുമോ, എവിടെ കർത്താവിൻ്റെ സാമീപ്യം ഇറങ്ങി വരുമോ, അവിടെ ചാകാൻ കിടന്നാലും വിജയത്തിലേക്ക് ജീവനിലേക്ക് മടക്കി കൊണ്ടുവരുന്ന ഒരു ദൈവം. എന്ന് പകൽ ഇവിടെ ഞാൻ വിളിച്ചു പറയാം, അന്നൊരു സൗഖ്യം അവരുടെ മേൽ. അവർ അടുത്ത ദിവസം പിന്നെ ആരാധനയ്ക്ക് ആലയത്തിൽ പോയി. പ്രൈസ് ദി ലോർഡ്. അടുത്ത 3-4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ തിരുവനന്തപുരത്ത് പോയി ഡോക്ടറെ അടുത്ത് എന്ന് കണ്ടു. ഡോക്ടർ പറഞ്ഞു ഇതെന്താ സംഭവിച്ചത്? അത് യേശുവിനെ തൊട്ടു. ആ വത്സലൻ ഡോക്ടർ പറഞ്ഞു അത് സത്യമാണ്, അല്ല ലോകത്തെ ഒരു മെഡിസിനോ ഒരു ഡോക്ടർക്കോ നിങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിയുന്നില്ല. ഇന്ന് രാവിലെ ഞാൻ വിളിച്ചു പറയാം, മെഡിക്കൽ സയൻസിന് കഴിയാത്തത്, ഇവിടുത്തെ ഡോക്ടർമാർക്ക് കഴിയാത്തത്, ഇവിടുത്തെ ഏത് ശക്തിക്കും കഴിയാത്തത് ചെയ്തെടുക്കുന്ന ഒരു സാന്നിധ്യമുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് ആത്മസാന്നിധ്യം. അതിന് നമ്മൾ പറയുന്ന പേരാണ് ആരാധന. ഇന്ന് രാവിലെ ഓർത്തോളൂ, ആത്മാവിൽ ആരാധിച്ചാൽ വിടുതൽ ഉറപ്പാണ്, സൗഖ്യം ഉറപ്പാണ്, അവിടെ അത്ഭുതം ഉറപ്പാണ്. ഹല്ലേലൂയ. ഒരു തകർപ്പൻ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാവിലെ വിളിച്ചു പറയുന്നു, ആലയത്തിൽ വന്ന് ആരാധിക്കുമ്പോൾ ഒരുമനപ്പെട്ട് ആരാധിക്കുമെങ്കിൽ അതിന് വിസ്താരമാക്കുന്ന ദൈവം, ഒരുപാട് ആൾക്കാരെ പിടിച്ചുകൊണ്ടുവരുന്ന ദൈവം, ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരുടെ നടുവിൽ പോയാൽ സൗഖ്യമുണ്ടെന്നും വിടുതലുണ്ടെന്നും അവിടെ ദൈവസാന്നിധ്യമുണ്ടെന്നും ആലയത്തിൽ ഒരൊറ്റ ആരാധനയ്ക്ക് വന്നാൽ ആൾക്കാർക്ക് മനസ്സിലാവും. പ്രൈസ് ദി ലോർഡ്. അതിനെന്ത് വേണം? ഈ ആത്മമണ്ഡലം ആരാധനയിൽ വെളിപ്പെടാണ്. ഞാൻ പറഞ്ഞു എൻ്റെ ന്യൂമാറ്റിയോ എന്ന് പറയുന്ന യോഹന്നാൻ ഒറ്റയ്ക്കിരുന്ന് ആരാധിക്കുന്ന ആ ആരാധനയിൽ വെളിപ്പെടുന്ന ഒരു ആത്മസാന്നിധ്യത്തിൻ്റെ പേരാണ് കർത്താവിന്റെ ദാസൻ കർത്താവിന്റെ ദിവസം ആത്മവിവശത. ഇന്ന് ആത്മവിവശത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസേര എടുത്ത് തല വെച്ച് നടക്കുക, പിന്നെ തുള്ളുക, ചാടുക, കുരയ്ക്കുക, ചിരിക്കുക, പിന്നെ അതൊന്നുമല്ല. ചിലപ്പോൾ ചാടിയെന്നൊക്കെ ഇരിക്കും കേട്ടോ, പക്ഷേ അല്ലാത്ത ഇമാതിരി പണിയൊന്നും അതിനകത്തില്ല. ആത്മവിവശത എന്ന് പറഞ്ഞാൽ ആത്മാവിൽ ഞാനും നിങ്ങൾ തിരിച്ചറിയുന്നു ഞാൻ എന്താണ് ചെയ്യുന്നത്, എൻ്റെ ദൈവം ആരാണെന്ന്. ഇന്ന് രാവിലെ വിശ്വസിക്കണേ. വേദന എത്ര വലുതാകട്ടെ, പ്രതിസന്ധി എത്ര ഭയങ്കരമാകട്ടെ, പ്രതികൂലം എത്ര ശക്തമാകട്ടെ, ആരാധിക്കുന്ന ദൈവം ഇതിനെ അറിയുന്ന ഒരു ദൈവം ഇറങ്ങി വന്നാൽ അവനെ അതുപോലെ മടക്കി വിടില്ല. അതുകൊണ്ട് യോഹന്നാൻ അവിടെ ആരാധിക്കുമ്പോൾ യോഹന്നാന്റെ ആരാധനയ്ക്ക് വില കൊടുക്കുന്ന ഒരു കർത്താവുണ്ട് എന്ന് മറന്നു പോകരുത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. തീർന്നില്ല. ആ ദൈവദാസി ഇന്നും മരിച്ചിട്ടില്ല. ഏതാണ്ട് 34 വർഷങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഇന്നും ആരോഗ്യത്തോടെ പത്തനാപുരം അസംബ്ലി സഭയിൽ നിങ്ങൾ ആരെങ്കിലും പോയാൽ ആ ദൈവദാസിക്കറിയാം, ശബ്ദത്തിൽ ആരാധിക്കുന്ന ഒരാളുണ്ടെങ്കിൽ ഈ സൗഖ്യം പ്രാപിച്ചവരാ. അവർ ചെന്നിരുന്നാൽ പിന്നെ ഭയങ്കര എന്നെ ചെള്ളു തെറിക്കുന്ന പോലാണ്. അത് ഭയങ്കര ആരാധന, കൈയടിച്ച് അന്യഭാഷയിൽ. ആ വീട്ടിൽ എല്ലാ തിങ്കളാഴ്ചയും ആരാധന നടക്കുകയാണ്. ഇന്നും അവിടെ എല്ലാ തിങ്കളാഴ്ചയും ആ സഭയുടെ ചിത്രം മാറി. 20-22 പേര് മാത്രം ഉണ്ടായിരുന്ന സഭയിൽ അവർ പോകുമ്പോഴേക്ക് 134-ലധികം വീട്ടുകാർ വന്നു. എത്ര നമുക്ക് ദൈവത്തെ സ്തുതിക്കാനായിട്ട് കഴിയും? അത്ഭുതം നടന്നാൽ, അവിടെ വീര്യപ്രവർത്തികൾ നടന്നാൽ അവിടെ ദൈവജനം ഓടി വന്നേ പറ്റൂ, ആർക്കും തടയാൻ പറ്റില്ല. എന്ന് രാവിലെ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ആ ഒരൊറ്റ ഇൻസിഡന്റ് എന്നെ പിടിച്ചെടുത്തു.
അന്ന് ഞാൻ ചുമ്മാ അടക്കുന്ന ആളൊന്നുമല്ല കേട്ടോ. ഞാൻ കോളേജിൽ പഠിക്കുന്ന ആളാണ്. ഞാൻ പത്തനാപുരം സെൻറ്റ് സ്റ്റീവൻസ് കോളേജിലാണ് പഠിക്കുന്നത്. അവിടുത്തെ മിസ്റ്റർ കോളേജ് ശരീര സൗന്ദര്യ മത്സരത്തിൽ 2 വർഷം 1ാം സമ്മാനമൊക്കെ നേടി. മിസ്റ്റർ കോളേജ്, അവിടുത്തെ SFIയുടെ നേതാവ്, അവിടുത്തെ MGOCSM യാക്കോബക്കാരുടെ യുവജനങ്ങളുടെ അവിടുത്തെ പ്രസിഡന്റ്, പത്തനാപുരം ടൗൺ DYFIയുടെ പ്രസിഡന്റ്. ഇങ്ങനെ അടിച്ചു പൊളിച്ചു പോകുന്ന സമയത്താണ് ഈ സംഭവങ്ങളൊക്കെ കാണുന്നതും. ഞാൻ രാത്രി ചെന്ന് പി മത്താച്ചൻ പാഷയോട് പറഞ്ഞു, എനിക്കൊരു ബൈബിൾ വേണം. അങ്ങനെ സാധനം ഞങ്ങളുടെ വീട്ടിലില്ല. ആ ബൈബിൾ വാങ്ങിക്കൊണ്ട് വന്ന് രാത്രി 10 മണി വരെയൊക്കെ ഇതിനെ കൂടെ കറങ്ങി നടക്കുകയൊക്കെ ചെയ്യും. പക്ഷേ 10 മണിക്ക് വന്നാൽ ആ ബൈബിളുമായിട്ട് ഇരിക്കാൻ തുടങ്ങി, വായിക്കാൻ തുടങ്ങി. ഇതിനകത്ത് എന്തോ ഒരു യാഥാർത്ഥ്യമുണ്ടല്ലോ. ദൈവിക വെളിപ്പാടിൻ്റെ റൂമിനകത്ത് ഇറങ്ങി വന്നു. അങ്ങനെ ഞാൻ കർത്താവിനോട് പറഞ്ഞു, ഐ ബിലീവ് ഇൻ യു, എനിക്ക് നിന്നെ വിശ്വാസമാണ്. അങ്ങനെ ഇറങ്ങിത്തിരിച്ചതാണ്. ഇന്ന് രാവിലെ ഞാൻ വിളിച്ചു പറയാം, ആരാധിക്കുന്ന ജനത്തിൻ്റെ ആരാധനയെ തടയാൻ കഴിയുന്ന ഒരു ശക്തി ഉലകത്തിലില്ല. ആരാധിച്ചാൽ വിടുതലുണ്ട്, ആരാധിച്ചാൽ സൗഖ്യമുണ്ട്. അത് പാടി വിടുക മാത്രമല്ല, അത് അനുഭവിക്കാൻ കഴിയുന്ന ദൈവജനത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഏത് വീട്ടിൽ, ഏത് ആലയത്തിൽ ഒരു ആത്മാശക്തി ഇറങ്ങി വരുമോ അതിന്റെ മുഴുവൻ ചിത്രവും മാറും. അവിടെ ഒരു അത്ഭുതം നടക്കും. അവിടുത്തെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. അതിന് മറ്റൊന്നും വേണ്ട. ദൈവത്തിന്റെ സാമീപ്യത്തിലേക്കൊന്ന് ഇരിക്കാൻ കഴിഞ്ഞാൽ അത്ഭുതം വെളിപ്പെടുത്തുന്ന ദൈവം. കരങ്ങൾ ഉയർത്തി വന്ന ദൈവത്തിന് സ്തോത്രം ചെയ്തോളൂ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്ന ഒരു ആത്മമണ്ഡലം വെളിപ്പെടാൻ കഴിയുമ്പോൾ മാത്രമേ ആത്മാവിന്റെ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയുള്ളൂ. ഇന്ന് രാവിലെ ഞാൻ ഒന്നുകൂടെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വേണം പോകാൻ. മൈൻഡ് ഫോർ വിഷൻ. നമ്മുടെ മൈൻഡ് എന്തിനുള്ളതാണെന്നറിയാമോ? അത് ഭയങ്കര കാഴ്ചപ്പാടിന്, വിഷന് വേണ്ടിയുള്ളതാണ്. ബോഡി ഫോർ ആൻ ആക്ഷൻ. നമ്മുടെ ശരീരം ഒരു കാഴ്ചപ്പാട് കണ്ടാൽ നമ്മൾ ആക്റ്റീവ് ആവും, ഇല്ലേ? നിങ്ങൾ ആരാധനയ്ക്ക് വന്ന് ചുമ്മാ കുറ്റി പോലെ ഇരിക്കുകയാണെന്ന് എൻ്റെ അർത്ഥം എന്നറിയാമോ? എന്നോട് ക്ഷമിക്കണം, എന്നോട് പിന്നെ വന്ന് ചൂടാവുമെന്ന് ചെല്ലോട്ടോ. നമ്മളൊരു ആരാധനയ്ക്ക് വന്നിട്ട് 2 മണിക്കൂർ 2.5 മണിക്കൂർ ചുമ്മാ ഇരിക്കുകയാണ്. അതിനർത്ഥം ഒരു വെളിപ്പാടും അകത്തേക്ക്, ഒരു ശക്തി അകത്തേക്ക്, ആ ഒരു ചലനം. യേശുവെന്ന് പറഞ്ഞ കൈ പൊക്കാതിരിക്കാൻ ആർക്കാ പറ്റുന്നത്? ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ഒരു വെളിപ്പാട് പ്രാപിപ്പാനും നമ്മുടെ ശരീരം അത് നമുക്ക് പ്രതികരിക്കാനും നമ്മുടെ അകത്തെ ഹാർട്ട് എന്ന് പറയുന്നത് അത് പ്രകീർത്തിക്കാനുമാണ്. പ്രൈസ് ദി ലോർഡ്. ആലയത്തിൽ വന്നിട്ട് നമുക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല. നാവെടുത്ത് ദൈവത്തെ സ്തുതിക്കണമോ? ആത്മാവ് ചലിക്കുന്നത് ശരീരത്തിൽ തിരിച്ചറിയാനായിട്ട് കഴിയണം. എന്ന് പകൽ ആരാധനയ്ക്ക് വന്ന് ഞാനും നിങ്ങളുടെ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുമ്പോൾ അപ്പുറത്ത് ശത്രുവിന്റെ കോട്ടകൾ തകരുകയാണ്. ഡൊമിഷ്യൻ ചക്രവർത്തിയുടെ സകല പദ്ധതികളും പൊളിക്കുന്ന ഒരു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, പിശാചിന്റെ സകല പദ്ധതികളെ പൊളിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചലിക്കുമ്പോൾ ദൈവജനം ദൈവത്തെ സ്തുതിച്ചാരാധിക്കും. ആമേൻ. അങ്ങനെയെങ്കിൽ ആത്മമണ്ഡലം എന്ന് പറയുന്ന ആ അഭിഷേകത്തിന്റെ മണ്ഡലം എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഉയർന്ന തലത്തിലേക്ക് നമ്മൾ കയറുന്നതാണ്. ഒരു ഉയർന്ന മണ്ഡലത്തിലേക്ക് നമ്മൾ പോകുകയാണ്. രണ്ടാമത് എൻ്റെ ന്യൂമാറ്റിയോ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം സെക്യൂരിറ്റി ഇൻ ദ സ്പിരിറ്റ്. അതായത് ആത്മമണ്ഡലത്തിലുള്ള ഒരു സാമീപ്യം അല്ലെ സെക്യൂരിറ്റി എന്ന് പറയുന്നതാണ്. പത്മോസിലേക്ക് യോഹന്നാനെ കയറ്റിവിട്ടത് അവിടെ എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ട് വരാനൊന്നും അല്ല, അവിടെ പോയി കുറച്ച് ദിവസം ആരാധിച്ച് വരാനല്ല, എന്നേക്കുമായി തകർക്കുന്ന, ഒതുക്കുന്ന, നശിപ്പിക്കുന്ന, നോ മോർ, ഇനി അപ്പുറത്തേക്കൊരു യാത്രയില്ല എന്ന് പറയുന്നൊരു മണ്ഡലം. എന്നാൽ എൻ്റെ ന്യൂമാറ്റിയോ എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി തരുന്നൊരു ആത്മാവ്. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് സെക്യൂരിറ്റി കൊടുത്താൽ, ഹല്ലേലൂയ, ഓർത്തോളൂ, ഡൊമിഷ്യൻ ചക്രവർത്തിയെ നിന്റെ പട്ടാളവും നിന്റെ ശക്തിയും നിർവീര്യമായി പോകും. അതിന് ശക്തി ഇല്ലാതാകും. കാരണം ഇവിടെ നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്നത് ഇവിടുത്തെ പട്ടാളമല്ല, ഇവിടുത്തെ ഏതെങ്കിലും ശക്തികളല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. വിശ്വസിക്കുന്നവർക്ക് അതിന് സ്തോത്രം ചെയ്യുന്നു. ഞാനും നിങ്ങൾ തിരക്കേട്ട് പട്ടണത്തിൽ ഈ രാജ്യത്ത് നടക്കുമ്പോൾ നമ്മുടെ മിടുക്കുകൊണ്ടല്ല മുന്നോട്ട് പോകുന്നത്. അത് തിരിച്ചറിയാൻ ഒരു ആത്മീകന് കഴിയണം. ആലയത്തിൽ വരുമെങ്കിലും കർത്താവെ, കഴിഞ്ഞ ഒരാഴ്ച എന്നെ സൂക്ഷിച്ചതിനാൽ, എന്നെ നടത്തിയതിനാൽ, എൻ്റെ മേൽ അവിടുത്തെ കൃപ പകർന്നതിനാൽ, ശത്രു എന്നെ തകർക്കാൻ അനുവദിക്കാതെ എന്നെ ഇവിടെ കൊണ്ടുവന്നതിനാൽ നന്ദി എന്ന് പറയാനെങ്കിലും പ്രൈസ് ദി ലോർഡ്. ആലയത്തിൽ വന്ന ഒരു 100 സ്തോത്രം പറഞ്ഞിട്ട് പോകാം കേട്ടോ. ഞാൻ ഇപ്പോൾ ശുശ്രൂഷിക്കുന്ന സഭയിൽ നിർബന്ധമാണ് രാവിലെ വന്നാൽ 10 മണിക്ക് അകത്ത് കയറിയാൽ മതി. 10 തൊട്ട് 12 വരെയാണ് ഞങ്ങളുടെ ആരാധന. 10 മണിക്ക് കയറി അതുവരെ വേണം നിന്ന് വർത്താനം പറയുമോ എന്നെ ഇവിടെ. ഇതിനകത്ത് കയറിയാൽ പിന്നെ വർദ്ധനം പറയാൻ പാടില്ല. അവിടെ ഇരുന്ന് സ്വോത്രം ചെയ്ത് ആരാധിച്ചോണം. 100 സ്വോത്രം പറയാതെ ഇറങ്ങി പോവുകയും ചെയ്യരുത്. ആരാധന തീർന്നു, പക്ഷെ 100 സ്വോത്രം പറഞ്ഞില്ല എന്ന് തോന്നിയാൽ അവിടെ ഇരുന്ന് വീണ്ടും സ്വോത്രം 100 പറഞ്ഞ് സെഞ്ചുറി അടിച്ചിട്ടേ പോകാവൂ. അങ്ങനെ സെഞ്ചുറി അടിച്ചാൽ അവർക്ക് എന്താ സന്തോഷമുള്ളത്, അല്ലേ?
പലപ്പോഴൊക്കെ നിങ്ങൾ ക്രിക്കറ്റ് കാണുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. സെഞ്ചുറി അടിച്ചു കഴിഞ്ഞാൽ പിന്നെ സഞ്ജു സാംസണൊക്കെ അടങ്ങി നിൽക്കുമോ? പിന്നെ എന്തെല്ലാം, കാരണം അറിയാമോ, അവർക്ക് ഭയങ്കര ആവേശമാണ്. ആരാധന അകത്തളത്തിൽ ആവേശമാകുന്ന ദൈവജനത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആരാധനയ്ക്ക് വന്ന സംതൃപ്തിയോടെ ആ സന്തോഷത്തോടെ നീ മടങ്ങുമ്പോൾ നിന്റെ മുൻപിൽ ശത്രു കെട്ടിപ്പൊക്കി വെച്ച കോട്ടകളുടെ മേലാണ് നീ നടന്നു പോകുന്നത്. അതിൻ്റെ മേൽ നീ ജയം പ്രഖ്യാപിക്കുകയാണ്. അതിനുള്ള സ്ഥലമാണ് ആലയം. പ്രൈസ് ദി ലോർഡ്. 1947 പ്രഖ്യാപിച്ചിരിക്കുന്ന ഇടമാണ് ആരാധനയ്ക്ക് ആലയം എന്ന് പറയുന്നത്. അവിടെ വന്ന് സ്തോത്രം ചെയ്യാത്തവൻ പിന്നെ എവിടെ പോയി സ്തോത്രം ചെയ്യും? ആലയത്തിൽ വന്ന് സ്തോത്രം ചെയ്തില്ല പിന്നെ എവിടെയാണ്? ഇന്ന് രാവിലെ ഞാൻ പറയാം, തിരുവല്ല ഈ പറഞ്ഞ കുറ്റപ്പുഴ അസംബ്ലി ബദൽ AG ചർച്ചിലേക്ക് ചെല്ലുമ്പോൾ അവിടെ കുറച്ച് പേരേ ഉള്ളൂ, 8-10 ആൾക്കാരേ ഉള്ളൂ. ഞാൻ ആദ്യം ഒരു ചില നിരാശയൊക്കെ ആയിരുന്നു. എന്നാൽ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവിടെ 277 ദിവസം കണ്ടിന്യൂസ് പ്രയർ. വേറൊരു പരിപാടിയില്ല. എനിക്കൊരു പ്രോഗ്രാം കിട്ടുന്ന ആളാണ്. അത്യാവശ്യം വലിയ പ്രോഗ്രാം ഉള്ളപ്പോൾ മാത്രമേ പോകുള്ളൂ. ബാക്കിയെല്ലാം ഒന്ന് ഒഴിവാക്കിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ പറയാം, ഇന്ന് 100-ലധികം ആൾക്കാർ അവിടെ ആരാധിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ള എത്ര പേരുണ്ട്? തിരുവല്ലയുടെ ചിത്രം മാറ്റിക്കൊണ്ട് രാജു പൂവക്കല്ലയുടെ IPC ചർച്ച കഴിഞ്ഞാൽ തിരുവല്ലയിലെ ഏറ്റവും വലിയ ചർച്ചായിട്ട് ഇതിനെ ദൈവം ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 700 പേർക്ക് ഇരിക്കാവുന്ന ആ ഹോളുണ്ട്. ദൈവദാസനറിയാം. അതൊന്ന് സീലിംഗൊക്കെ ചെയ്ത് നല്ല ഒന്നാന്തരമായിട്ട് നല്ല ഒരു ഓഡിറ്റോറിയം പോലെ ആക്കി അതിനെ ചുറ്റുപെട്ട കാട് പിടിച്ച് കിടന്ന സ്ഥലമാണ്. മുഴുവൻ ഒന്ന് വെട്ടിത്തെളിച്ച് 220-ലധികം മാവേ പ്ലാവേ ഒക്കെ വെച്ച് പിടിപ്പിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് വന്നാൽ കാണാം. 2 വർഷം കഴിയുമ്പോൾ കായ്ക്കുന്ന പ്ലാവാണ്. ഒരു പ്ലാവിൽ 10-40 ചക്കയുമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. പ്ലാവ് 2-3 എണ്ണം. അത് കാണുന്ന തന്നെ ഒരു കാഴ്ചയാണ്. ഇത്രയുള്ള മാവേ ഉള്ളൂ, പക്ഷേ നിറച്ചും മാങ്ങ കായ്ച്ചു കിടക്കുന്നു. പേരയൊക്കെ നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ ഒന്നുകൂടെ നോക്കും. സഞ്ചിയും കൊണ്ട് വന്ന് പറിച്ചുകൊണ്ടാണ് പോകുന്നത്. ഒരു സഞ്ചിയൊക്കെ എല്ലാവർക്കും എന്നെ സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുക. എന്താ ഞാൻ പറഞ്ഞതെന്നറിയാമോ? അതിനകത്തൊരു ചലനമുണ്ടായാൽ അത്ഭുതം നടക്കും. പ്രാർത്ഥിക്കാൻ തുടങ്ങി, അതിനകത്തേക്ക് ആൾക്കാർ കയറി വരാൻ തുടങ്ങി. അവിടെ ഇപ്പോൾ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരൊക്കെ ഒരുപാട് പേര് എല്ലാ 3 മാസവും 4 മാസം കൂടുമ്പോൾ സ്നാനങ്ങളുണ്ട്. എന്തിനാ ഞാൻ പറഞ്ഞതെന്നറിയാമോ? പ്രാർത്ഥിച്ചാൽ പദ്ധതി മാറും. പ്രാർത്ഥിച്ചാൽ സകല മണ്ഡലവും മാറും. യോഹന്നാനെ, നിന്റെ ഇവിടെ പദ്ധതി കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഡൊമിഷ്യൻ ചക്രവർത്തി കയറ്റി വിട്ടത് പത്മോസ് ദ്വീപിലാണെങ്കിൽ അവിടെ ഇറങ്ങുന്ന ഒരു ആത്മമണ്ഡലമുണ്ട്. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ശ്രദ്ധിച്ചോളൂ. ഡൊമിഷ്യൻ ചക്രവർത്തി, നിന്റെ പദ്ധതിക്കൊന്നും എന്നെ തടയാൻ പറ്റില്ല. നിന്റെ പദ്ധതിക്ക് എന്നെ ഉടയ്ക്കാൻ, തകർക്കാൻ, എന്നെ ഇല്ലാതാക്കാൻ പറ്റില്ല. കാരണം ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരാജയപ്പെടുന്ന പരിശുദ്ധാത്മാവ് അല്ല. എവിടെ ആത്മാവ് ചലിച്ചാലും അവിടെ അത്ഭുതം നടക്കും. കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാനായിട്ട് കഴിയും? ഗൂഢ പദ്ധതികളെ തകർക്കുന്ന പരിശുദ്ധാത്മാവ്, അധികാരികളോട് ഇടപെടുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, കെട്ടുകളെ പൊട്ടിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, നിയോഗങ്ങൾ നൽകുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ചിലപ്പോഴൊക്കെ ഒരു നിയോഗമൊക്കെ ഉണ്ടാവണം കേട്ടോ. ആത്മീയരെന്ന് പറഞ്ഞാൽ ചില രാത്രിയിലൊക്കെ പ്രാർത്ഥിക്കാനൊക്കെ നിയോഗം ഉണ്ടാകണം. ചാടി എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം. അതൊരു വിടുതലിൻ്റെ പ്രാർത്ഥനയാണ്. നിന്നെ എവിടെ ഒതുക്കാൻ ശത്രു ചില തന്ത്രങ്ങൾ അവിടെ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ പറയും എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ. അതിനെ നീ ഒന്നുകൂടെ പുതപ്പൊക്കെ വലിച്ചിട്ട് കിടന്ന് ഉറങ്ങിയാൽ വില കൊടുക്കേണ്ടി വരും. അവിടെ ഒന്ന് എഴുന്നേറ്റൊരു 10 മിനിറ്റ് പ്രാർത്ഥിച്ചാൽ മതി. അവൻ്റെ സകല പദ്ധതികളെ ഉടയ്ക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവിടെ ചലിക്കും. എത്ര പേർക്കത് മനസ്സിലാകുന്നൊന്നും അറിയില്ല. എന്ന് രാവിലെ ഞാൻ വിളിച്ചു പറയാം, ആരാധിച്ചാൽ, പ്രാർത്ഥിച്ചാൽ ഒരു വിടുതലുണ്ട് എന്ന് ദൈവത്തിൻ്റെ ജനം എക്കാലവും മനസ്സിലാക്കുന്നു. ആലയത്തിലാണെങ്കിലും വീട്ടിലാണെങ്കിലും അല്പസമയമാണ് നീണ്ട പ്രാർത്ഥന എന്നല്ല ഞാൻ പറയുന്നത്. അല്പസമയമാണ് പ്രാർത്ഥിക്കുന്നത്. ഒരു ആത്മമണ്ഡലത്തിലേക്ക് കയറി പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ നീ ഇരുന്നത് പോലല്ല എഴുന്നേക്കുന്നത്. ചില വിജയവും പ്രാപിച്ചുകൊണ്ടാണ് എഴുന്നേക്കുന്നത്. എക്കാലം ദൈവത്തിന്റെ ജനം പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങൾ നടക്കുമെന്ന് ഇന്ന് പകലും ദൈവജനം മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന, ഹല്ലേലൂയ. രാവിലെ എണ്ണിച്ച ഉടനെ പറയണം, പൗലോസ് ശ്ലീഹായുടെ ഒരു നല്ല 4 വർത്താനം എനിക്കൊത്തിരി ഇഷ്ടമാണ്. സ്വർഗത്തിൽ ചെല്ലുമ്പം കർത്താവിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പൗലോസിനെയാണ് എനിക്കൊന്ന് കാണേണ്ടത്. അയാളെ ഒന്ന് കണ്ട് പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുക്കണം. എന്നാ സാധനമാണ് പുള്ളി. അങ്ങനെ പറയുകയാണ്. അയാളുടെ ഒരു നല്ല വർത്താനം എന്താണെന്നറിയാമോ? എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം സന്തോഷമുള്ള എത്ര പേരുണ്ട്? ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ഹു സ്ട്രെങ്തൻ മീ. രാവിലെ എഴുന്നേറ്റാൽ ഒരു 10 പ്രാവശ്യം അത് പറയണം. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ, വിശന്നിരിക്കുമ്പോൾ പറയണ്ട, ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ ഒരു 10 പ്രാവശ്യം പറയണം. രാത്രി കിടക്കാൻ പോകുമ്പോൾ ഒരു 10 പ്രാവശ്യം. ഒരു ദിവസം 3 ഔൺസ് മരുന്ന് കഴിക്കുന്ന പോലെ ഈ 3 പ്രാവശ്യം 30 പ്രാവശ്യം ഒന്ന് പറഞ്ഞു നോക്ക്. നീ ഒരു 21 ദിവസം കഴിയുമ്പോഴത്തേക്ക് ആൾ മാറും.
21 days മറക്കാതെ പറഞ്ഞു നോക്കുക എന്ന് ഞാനിത് പറയുമ്പോൾ ഞാനത് പ്രാക്ടീസ് ചെയ്ത ആളാണ്. അതുകൊണ്ടാണ് എവിടെ പോലെ ആൾക്കാരെ അങ്ങനെ ഉത്സാഹിപ്പിക്കാറുണ്ട്. നമ്മുടെ കഴിവുകൊണ്ടൊന്നും നടക്കില്ലെന്നും, എന്നാൽ കഴിവുള്ള ഒരുവൻ എനിക്ക് വേണ്ടി ഉണ്ട് എന്നും, എൻ്റെ ശക്തി ബലഹീനമാണെന്നും, എന്നാൽ ബലഹീനനെ തികഞ്ഞു വരുന്നൊരു ദൈവശക്തി ഉണ്ടെന്നും, അത് ശത്രുവിൻ്റെ സകല കോട്ടകളെ പൊട്ടിക്കാൻ കഴിയുന്ന ആത്മശക്തിയാണെന്നും ആത്മീയ തിരിച്ചറിഞ്ഞാൽ അപ്പോസ്തലൻ പൗലോസ് പറയും, കാരാഗ്രഹമോ ഹല്ലേലൂയമോ ഡൊമിഷ്യൻ ചക്രവർത്തിയോ അല്ലെങ്കിൽ ഏത് ശക്തനോ ഏത് പാർട്ടിയാണെങ്കിലും അവൻ്റെ സകല പദ്ധതികളെയും തകർക്കുന്ന ഒരു ആത്മശക്തി എൻ്റെ മേലുണ്ട്. ഞാൻ അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. സെക്കൻഡ് ഫൗണ്ടർ ഓഫ് ദ ക്രിസ്ത്യാനിറ്റി എന്ന പേരിനുടമയായ അപ്പോസ്തലൻ പൗലോസ് ഇന്ന് രാവിലെ നമ്മോട് വിളിച്ചു പറയുന്ന ഒരു ഭയങ്കര യാഥാർത്ഥ്യം ഇതാണ്: എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. പ്രൈസ് ദി ലോർഡ്. മുൻപിൽ പ്രതിസന്ധിയാണോ, ഭാരമാണോ, രോഗമാണോ, എന്തുമാകട്ടെ, യോഹന്നാനോട് ചോദിക്കാൻ, മുമ്പിൽ പേടിയാണ്, ഭീതിപ്പെടുന്ന അനുഭവമാണ്, മുൻപിൽ ഒന്നും കാണാൻ കഴിയുന്നില്ല, മരണം മാത്രമേ കാണുന്നുള്ളൂ, എങ്കിലും യോഹന്നാൻ ആരാധിക്കാൻ തയ്യാറാകുന്നു. പ്രൈസ് ദി ലോർഡ്. ജീസസ്, ഹല്ലേലൂയ. രാവിലെ ഓർത്തോണേ, ആത്മാവിൽ ആരാധിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രധാന പണി 3 പണിയാണ്. ബാക്കിയാണ് നമ്മൾ പറയുന്ന എല്ലാ പണികളും. പ്രധാനപ്പെട്ടൊരു 3 പണിയുണ്ട് പരിശുദ്ധാത്മാവിന്. എന്താ? മുമ്പേ ആരോ പ്രാർത്ഥിച്ചപ്പം അത് പറഞ്ഞായിരുന്നു. ലീഗൽ ഫങ്ഷൻ, നിയമപരമായ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഉദ്ദേശം പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ആർക്കും, പ്രത്യേകിച്ച് ആത്മീയർക്ക്. എന്തായാലും കൊസറാക്കൊള്ളി കാണിച്ചിട്ട് ജയ കയറി നിന്നാലൊന്നും കർത്താവ് കാര്യങ്ങൾ ചെയ്യില്ല. എന്തെങ്കിലും അഭ്യാസം കാണിച്ചിട്ട് കൂത്തിന്ന് കൈയടിച്ചാലൊന്നും കാര്യം നടക്കില്ല. പരിശുദ്ധാത്മാവ് പറയും, മോനെ അത് ശരിയായില്ല, ഓക്കെ സോറി കർത്താവേ എന്ന് പറയാൻ, അതിന് മാറ്റം വരുത്താൻ തയ്യാറാണോ, നിന്റെ മേൽ ദൈവത്തിന്റെ ശക്തി ഇറങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ പ്രധാന പണി എന്നറിയാമോ? ഹല്ലേലൂയ. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും സകല മനുഷ്യർക്കും ബോധ്യം വരുത്തുന്നു എന്ന് ആരാധിക്കുന്ന ആത്മികർ തിരിച്ചറിയണം. രണ്ടാമത്തെ പരിശുദ്ധാത്മാവിന്റെ പണി തെറാപ്യൂട്ടിക് ഫംഗ്ഷൻ. ആദ്യത്തെ ഒരു കോടതി വാക്കായിരുന്നു, രണ്ടാമത്തേത് തെറാപ്പി, ഒരു മെഡിക്കൽ വാക്കാണ്. ആശ്വസിപ്പിക്കുന്ന, പരിപോഷിപ്പിക്കുന്ന, സൗഖ്യം തരുന്ന, നമ്മുടെ ദുഃഖം മാറ്റുന്ന, കണ്ണുനീർ തുടയ്ക്കുന്ന ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവ്. പണ്ടൊക്കെ അപ്പച്ചന്മാർ പ്രസംഗിക്കാൻ കയറിയാൽ 10 പ്രാവശ്യമെങ്കിലും പറയും, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആശ്വാസപ്രദനാണ്, ആശ്വസിപ്പിക്കുന്നവനാണ്. എന്ന് അതൊന്നും കേൾക്കാനില്ല. എന്ന് കയറിയ ഉടനെ പറയും, ചാടിക്കോ, ഓടിക്കോ, തുള്ളിക്കോ, അങ്ങോട്ട് സൈക്കിളെ പോക്കോ, ഇങ്ങോട്ട് കാറെ പോക്കോ എന്ന് വേണ്ട, ഇതൊക്കെയാണെന്ന്. എന്നാൽ ഓർത്തോളൂ, ആത്മാവിൻ്റെ രണ്ടാമത്തെ പരിപാടി പരിശുദ്ധാത്മാവിൻ്റെ തെറാപ്യൂട്ടിക് ഫംഗ്ഷൻ. മൂന്നാമത്തെ പരിശുദ്ധാത്മാവിൻ്റെ പ്രധാനപ്പെട്ട എന്നറിയോ? ഇന്റർപ്രിട്ടേഷൻ, അതായത് വേദപുസ്തകത്തിലെ വ്യാഖ്യാനം എന്ന ഹെർമനൂട്ടിക് ഫംഗ്ഷൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഈ പുസ്തകം 66 പുസ്തകം ഇട്ട് ഞങ്ങളെപ്പോലെ അല്ല, വമ്പന്മാർ, ആയിരക്കണക്കിന് ദൈവത്തിൻ്റെ ദാസന്മാർ തലനാരിര കീറി മുറിച്ച് ലോകം മുഴുക്ക പ്രസംഗിക്കുക. ഇന്നും ഈ 66 പുസ്തകത്തിൻ്റെ പ്രസക്തി നിന്നു പോയിട്ടില്ല, തീർന്നു പോയിട്ടില്ല. പ്രസംഗം ലോകം മുഴുവൻ കീഴടക്കുകയാണ്. എന്താ കാര്യം എന്നറിയാമോ? അത് ഞങ്ങളുടെ കഴിവുകൊണ്ടല്ല, ഞങ്ങളുടെ മേൽ പരിവർത്തിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. കരമടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചോളൂ. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് ചലിച്ചാൽ, പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചാൽ അത്ഭുതങ്ങൾ നടക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ ജനം ആരാധിക്കുമ്പോൾ കോട്ടകൾ തകരണമോ? ഒരു കാര്യം ഓർത്തുകൊള്ളണം, കോട്ടകളെ തകർക്കുന്ന ഒരു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുണ്ട്. ആമേൻ. യോഹന്നാനോട് പറഞ്ഞു, നിന്നെ ഇവിടെ തീർക്കുകയാണ്, നിന്റെ പരിപാടി കഴിയുകയാണ്. യോഹന്നാൻ അതൊന്നും വലിയ മുഖവിലയ്ക്ക് എടുത്തില്ല എന്നാണ്. അതെ, നിന്റെ എതിരാളി നിന്നെ നോക്കി എന്ത് പറഞ്ഞാലും നീ അതൊന്നും മുഖവിലയ്ക്ക് എടുക്കണ്ട. കാരണം നമ്മോട് കൂടെയുള്ളവൻ അവനേക്കാൾ വലിയവനാണ്. നാം ആരാധിക്കുന്ന കർത്താവ് പരാജിതനല്ല. യോഹന്നാൻ തിമിർത്ത് ദൈവത്തെ ആരാധിക്കുകയാണ്. ഇന്ന് എല്ലാ സഭകളിലും ഒരു 4 കൂട്ടം ആൾക്കാരുണ്ട്. പക്ഷേ കേട്ടോ, ക്ഷമിക്കണം, ഇവിടെ കാണുമായിരിക്കും, എനിക്കറിയില്ല. നിങ്ങൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്നെ ഒന്നും പറയല്ലേ. ഞാൻ ഒരു 2-3 ആഴ്ച ഇവിടെ നിന്നിട്ട് പോകണം കേട്ടോ. പിന്നെ ഇവിടെ നിൽക്കുന്നത് 4 കൂട്ടം ആൾക്കാർ എല്ലാ സഭയിലും, നാട്ടിലാണെങ്കിലും എവിടെയാണ്, ലോകവ്യാപകമായിട്ട് സഭയിൽ. നമ്പർ 1 ഈ ദാവീദിൻ്റെ ജ്യേഷ്ഠന്മാർ, ഏലിയാബ്, ശമ്മ എന്നൊക്കെ പറയുന്ന ബമ്പന്മാർ, നല്ല മിടുക്കന്മാർ, പ്രൊഫഷണൽ കഴിവുള്ളവരാണ്. പക്ഷേ ഒരു കുഴപ്പം, അഭിഷേകമില്ല. പ്രൊഫഷണലാണ്, അഭിഷേകമില്ല. അവരെ കൊണ്ട് ദൈവത്തിന് വലിയ കാര്യമൊന്നും ചെയ്യാൻ പറ്റത്തില്ല. രണ്ടാമതൊരു ഗ്രൂപ്പ്, ശൗൽ രാജാവ്, ആരെക്കാൾ തോൾ മുതൽ പൊക്കം, നല്ല സുന്ദരൻ, നല്ല എല്ലാ കഴിവും മിടുക്കുമുള്ളവൻ, യുദ്ധം ചെയ്യാൻ അറിയുന്നവൻ. പക്ഷെ ഒരു കുഴപ്പം, എക്സ് അനോയിൻറ്റഡ്. പണ്ട് അഭിഷേകം ഉണ്ടായിരുന്നു, ഇപ്പോൾ ആ സാധനം ഇല്ല. രണ്ടാമതൊരു ഗ്രൂപ്പ്. മൂന്നാമതൊരു ഗ്രൂപ്പ് നോക്കണേ, ശക്തൻ. ആരെയും 40 ദിവസം ചുമ്മാ ഒന്ന് വെല്ലുവിളിച്ചതേ ഉള്ളൂ. കൊട്ടാരത്തിനകത്തോ എവിടൊക്കെയോ ഉമ്മാർ മുഴുക്ക കയറി ഒളിച്ചു, ഒരെണ്ണത്തിനെ പുറത്ത് കാണുന്നില്ല. ഗോലിയാത്ത്. അവൻ്റെ ഒരു ഒറ്റ വെല്ലുവിളി കേട്ടാൽ പിന്നെ
ഒരുത്തനെ പുറത്ത് കാണാൻ കഴിയുന്നില്ല. അവൻ പ്രൊഫഷണലാണ്, മിടുക്കനാണ്, യുദ്ധ നൈപുണ്യമുള്ളവനാണ്, യുദ്ധത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നവനാണ്. പക്ഷേ ഒരു കുഴപ്പം, ആൻറ്റി അനോയിൻറ്റിങ്. അഭിഷേകം എന്ന് പറഞ്ഞാൽ അവന് കലിയിളകും. അഭിഷേകത്തിന് അവൻ നേരെ എതിരാ. 3 കൂട്ടം കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, മിടുക്കന്മാർ, കഴിവുള്ളവർ, പക്ഷെ എന്തില്ല? അഭിഷേകമില്ല. അടുത്തത്, കഴിവുണ്ട്, മിടുക്കനാണ്, എല്ലാത്തിനും കൊള്ളാം, പക്ഷെ എന്താണ്? പണ്ട് അഭിഷേകം ഉണ്ടായിരുന്നു, ഇപ്പോൾ സാധനം ഇല്ല. മൂന്നാമതൊരു കൂട്ടം, എന്തിനും പോരാ, ഏത് കാര്യത്തിനും റെഡിയാണ്, പക്ഷേ അഭിഷേകം ഒന്ന് കേട്ടാ ആകെ പ്രശ്നം. നാലാമതൊരു ഗ്രൂപ്പ്, വലിയ പ്രൊഫഷണലില്ല, വലിയ തൂക്കമില്ല, വലിയ തടിയില്ല, വലിയ പൊക്കമില്ല, കണ്ടാവില്ല, യുദ്ധ നൈപുണ്യമൊന്നുമില്ല, വാൾ പിടിക്കാനൊന്നും അറിയത്തില്ല. അവന് ഒരുവൻ്റെ പേര് ദാവീദ്. ദാവീദ് അഭിഷേകമുള്ളവനാണ്. ഇന്ന് രാവിലെ കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? പ്രൈസ് ദി ലോർഡ്. ആരാധിക്കാൻ ആലയത്തിൽ വരുമ്പോൾ അഭിഷേകമുള്ള 10 എണ്ണം ഉണ്ടെങ്കിലുണ്ടല്ലോ, അവിടെ ആത്മാവ് ചലിക്കും. ഇന്ന് രാവിലെ ഞാൻ പറയുന്ന മറന്നു പോകല്ലേ, 10 എണ്ണത്തിന് മേൽ അഭിഷേകമുണ്ടെങ്കിൽ ആ 10 പേര് ആരാധിച്ചാൽ മതി. അതിനകത്തിരിക്കുന്ന 10 പേരിൽ കൂടെ അഭിഷേകം വ്യാപരിക്കും. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ഇതിനെ സ്തോത്രം ചെയ്യുന്നു. അടുത്തിരിക്കുന്നവൻ ആരാധിക്കുന്നുവോ, അടുത്തിരിക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്നു എന്നുള്ള അല്ല നമ്മുടെ നോട്ടം. ഞാൻ ദൈവത്തെ ആരാധിക്കുന്നുവോ? പ്രൈസ് ദി ലോർഡ്. ഞാൻ ദൈവത്തെ ആരാധിച്ചാൽ ആ ആത്മാവിന്റെ ശക്തി അടുത്തിരിക്കുന്നവരിലേക്ക് വ്യാപരിക്കുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഉറപ്പാണ്. ഞാൻ ദൈവത്തെ സ്തുതിച്ചാൽ, ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ എൻ്റെ അടുത്തിരിക്കുന്നവന് അടങ്ങിയിരിക്കാൻ പറ്റില്ല. അവനും ചെറുതായിട്ടെങ്കിലും സ്തോത്രം പറയും. പ്രൈസ് ദി ലോർഡ്. 5-6 സ്തോത്രം പറയുമ്പോഴത്തേക്ക് അവനിലേക്കും ഈ ദൈവാത്മാവിന്റെ ശക്തി വ്യാപരിക്കും. അങ്ങനെയാണ് സഭ എക്കാലത്തും വളർന്നിട്ടുള്ളത്. സഭയ്ക്കകത്ത് എല്ലാവരും മോശക്കാരൊന്നും അല്ല. അതിനകത്ത് ആത്മാവിൽ ആരാധിക്കുന്ന ഒരു പറ്റം ജനമുണ്ട്. അവർ ആരാധനയ്ക്ക് വരുമ്പോഴും വീട്ടിലാണെങ്കിലും ആലയത്തിലാണെങ്കിലും തിമിർത്ത ദൈവത്തെ ആരാധിക്കുമ്പോൾ അവിടെ ഒരു ആത്മാവിൻ്റെ അന്തരീക്ഷം ഇറങ്ങി വരും എന്ന് രാവിലെ മനസ്സിലാക്കൂ. വന്നാൽ ദൈവത്തെ സ്തുതിക്കുന്ന സമയം ഈ 2 മണിക്കൂർ 2.5 മണിക്കൂറാണല്ലോ നമുക്കുള്ളത്. അതിനകത്ത് ദൈവത്തെ ആരാധിക്കാൻ തയ്യാറായാൽ അവിടെ ഇറങ്ങി വരുന്ന ഒരുവനുണ്ട്, അത് മറ്റാരുമല്ല. അല്ലെങ്കിൽ യോഹന്നാനോട് ചോദിച്ചു നോക്ക്, യോഹന്നാൻ തിമിർത്ത ദൈവത്തെ ആരാധിക്കുകയാണ്. യോഹന്നാൻ അറിയില്ലായിരുന്നു എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. എന്തായാലും യോഹന്നാൻ ഒരു കാര്യം അറിയാം, ഞാൻ ആരാധിച്ചാൽ എൻ്റെ ആരാധന മറ്റാർക്കും വേണ്ടിയുള്ളതല്ല. ഞാൻ കുറേ നാൾ കൂടെ നടന്ന, ഞാൻ ചങ്കിനോട് ചാരിയിരുന്ന, മരിച്ച അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ, എൻ്റെ മേൽ അഭിഷേകം തന്ന ഒരു നാഥനുണ്ട്. അവൻ ഇറങ്ങി വരുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആലയത്തിനകത്തോ വീട്ടിലോ ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഞാനും നിങ്ങളും ആരാധിച്ചാൽ അവിടെ മറ്റാരും വേണ്ട, അവിടെ ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തിനാണ് വേദപുസ്തകം വില കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നോക്ക്, അവിടെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, പത്മോസ് ഉടയ്ക്കുന്ന, തകർക്കുന്ന, തീർക്കുന്ന ഇടമാണ്, പക്ഷേ പ്രൊട്ടക്ഷൻ തരുന്ന കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ പ്രൊട്ടക്ഷൻ ദൈവത്തിൻ്റെതാണ്. ഇന്ന് രാവിലെ ഓർക്കണം, നമ്മുടെ മിടുക്കൊണ്ടൊന്നും ഒന്നും നേടാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ദൈവത്തിൽ ആരാധിച്ചാൽ, ദൈവത്തിൽ ആശ്രയിച്ചാൽ, ദൈവത്തോട് ചേർന്ന് നടന്നാൽ നമ്മളെ കൊണ്ട് എന്തുമാത്രം ചെയ്യാൻ കഴിയുമെന്ന് ഇതുവരെ ആരും മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ യോഹന്നാൻ ചുമ്മാ കൂളായിട്ടിരുന്ന് ആരാധിക്കുന്നു. ഞാൻ ചിലപ്പോൾ ഇമാജിനേഷനിൽ കാണാറുണ്ട് കേട്ടോ. പുള്ളി ഭയങ്കര പ്രായമുള്ള, താടിയൊക്കെ കാണുമെന്ന് ഞാൻ വിചാരിക്കാം, നരച്ച് ഒക്കെ ആയിരിക്കുന്ന, ഒന്നിനും പോരാത്ത വയ്യാത്ത ആ പ്രായമായ മനുഷ്യൻ, എങ്കിലും ആരോഗ്യമുണ്ട്. അതുകൊണ്ടാണല്ലോ ആരാധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അകത്തൊരു കാര്യം അറിയാം, ഡൊമിഷ്യൻ ചക്രവർത്തിക്കോ അവൻ്റെ സൈന്യത്തിനോ കഴിയുന്ന ഒരു ദൈവം എനിക്കുണ്ട്. അവൻ ഇറങ്ങി വരുന്ന ദൈവമാണ്. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തിയൊരു തകർപ്പനല്ലോ പറഞ്ഞോളൂ. 4 ഐഡന്റിറ്റി ഇൻ സ്പിരിറ്റ്. ഈ എൻ്റെ ന്യൂമാറ്റിയോ എന്ന് പറഞ്ഞാൽ 4ാമത്തെ അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? അതായത് 3ാമത്തെ അർത്ഥം ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത് ഇറങ്ങി വരുന്ന വ്യക്തിത്വമുള്ള, ഐഡന്റിറ്റിയുള്ള ഒരു കാര്യമാണ്. യോഹന്നാൻ്റെ ഐഡന്റിറ്റി തെളിയിക്കുന്നത് എങ്ങനെ അറിയാമോ? ഒറ്റയ്ക്ക് ആരാധിക്കും. ആത്മനിറവുള്ളവൻ എങ്ങനെ ആരാധിക്കും? ഒറ്റയ്ക്ക് ആരാധിക്കും. അങ്ങനെയുള്ള എത്ര പേര് തിരിപ്പുണ്ട്? പ്രൈസ് ദി ലോർഡ്. ആത്മനിറവുള്ളവന് കൂടെ ഇല്ലേലും ആരാധിക്കും. പ്രൈസ് ദി ലോർഡ്. എന്ന് വെച്ചാൽ ഐഡന്റിറ്റി തെളിയിക്കുകയാണ്. ഞാൻ ആരാണെന്ന് എനിക്കറിയാം, ഞാൻ ആരെയാണ് സേവിക്കുന്നത്. ഇന്ന് രാവിലെ ആരാധനയ്ക്ക് വന്നവർ ഓർത്തോണം, ഐ ആം നോട്ട് സുപ്പീരിയർ ടു എനിബഡി, ഐ ആം നോട്ട് ഇൻഫീരിയർ ടു എനിബഡി, ഐ ആം നോട്ട് ഈക്വൽ ടു എനിബഡി. ദെൻ ഹു ആം ഐ? ഞാൻ ആരുടെ മുന്നിലല്ല, ഞാൻ ആരുടെ പിന്നിലല്ല, ഞാൻ ആരോട് സമനുമല്ല. പിന്നെ ഞാൻ ആരാണ്? ഐ ആം യുണീക്ക്, ഞാൻ അതുല്യനാണ് എന്ന് പറയാൻ കഴിയണമെങ്കിൽ ഒരു കാര്യം ഓർത്തോണം, എൻ്റെ പേരറിയുന്ന, എൻ്റെ വീടറിയുന്ന, എന്നെ വിളിച്ചിറക്കിയ, എൻ്റെ തലങ്ങൾ അറിയുന്ന, എൻ്റെ യാത്ര അറിയുന്ന, എൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരുവൻ എനിക്ക് വേണ്ടിയുണ്ട്. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാനായിട്ട് കഴിയും? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വേദന നമ്മൾ മാത്രമല്ല അറിയുന്നത്, അത് അറിയുന്ന കർത്താവ് പറയുന്നു, വേദന മാറ്റാൻ ഞാൻ മതിയായവനാണ്. യോഹന്നാനെ, നീ പത്മോസിലാണ്, അത് നിനക്കറിയാം, പക്ഷെ വേറെ ആർക്കും അറിയില്ല. അറിയാവുന്ന കുറച്ച് പേരുണ്ട്. എന്നാൽ നിന്നെ കൈവിടാതെ ഇറങ്ങി വരാൻ, സമയത്ത് ഇറങ്ങി വരാൻ കഴിയുന്ന ഞാൻ നിന്നെ കൈവിടില്ല, ഉപേക്ഷിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്.
രാവിലെ ആലയത്തിൽ വരുമ്പോൾ ഓർത്തോണേ, നമ്മളെ ഉപേക്ഷിക്കാത്ത, കൈവിടാത്ത ശക്തനായ ഒരു ദൈവം നമുക്ക് വേണ്ടി ഉണ്ട് എന്ന് രാവിലെ ആത്മാവിൽ ആരാധിക്കുന്ന ജനം മനസ്സിലാക്കണം. ഇന്നേക്ക് ഒരു 20 വർഷം 22 വർഷത്തിന് മുമ്പ് ഒരു ഭയങ്കര ആക്സിഡൻറ്റ് നടന്നു. ദൈവദാസന്മാർ ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ കേട്ടിട്ടുണ്ട്. പ്രസിദ്ധനായ പാഷ PN സക്രിയായി ഞാനും കൂടെ യാത്ര ചെയ്യുമ്പോഴാണ് ഒരു ഭയങ്കര അത്യാഹിതം ഉണ്ടാകുന്നത്. എതിരെ വന്ന ഒരു ബൈക്ക്, ഞങ്ങൾ ബൈക്കിൽ പോകുന്നു, കൂട്ടിയിടിക്കുന്നു. എതിരെ വന്ന ആൾ സ്പോട്ടിൽ മരിക്കുന്നു. എൻ്റെ പിന്നിൽ സഞ്ചരിച്ച കർത്താവിൽ പ്രസിദ്ധനായ പരിതനായ PN സക്രിയ സാർ പിറ്റേ ദിവസം ദൈവസ്ഥലേക്ക് വാങ്ങിപ്പോകുന്നു. ഈ രണ്ടുപേരും മരിച്ചു. അതിനു മുമ്പ് തന്നെ ഞാൻ മരിച്ചെന്ന വാർത്ത ഈ അമേരിക്കയിലൊക്കെ വന്നത്. ഞാൻ ദൂതൻ മാസികയുടെ ചീഫ് എഡിറ്ററാണ്. അത് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിലാകുന്നു, വെന്റിലേറ്റർ എന്ന് വേണ്ട ആകപ്പാടെ ഈ രണ്ടുപേരും മരിച്ചതിനിടയ്ക്ക് ദൈവം എനിക്ക് ജീവൻ തന്നു. നമ്മുടെ പദ്ധതികളും പണികളും തീരാതെ, നമ്മളെപ്പറ്റിയുള്ള ദൈവത്തിൻ്റെ പ്ലാൻ തീരാതെ നമ്മളെ ഇവിടുന്ന് മാറ്റാൻ അനുവദിക്കാത്തൊരു ദൈവം. എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? എത്ര പേർക്ക് വിശ്വസിക്കാനായിട്ട് പറ്റും? അന്ന് ഞാൻ പോയത് ഒരു 23 വർഷം 2 വർഷം മുമ്പാണ്. എന്നാൽ എനിക്കൊന്നും അറിയില്ല. 2-3 ദിവസത്തേക്ക് ബോധമെന്ന് പറയുന്ന സാധനം എനിക്കില്ലായിരുന്നു. ഞാനിതൊന്നും അറിയുന്നില്ല. സക്കറിയ സാർ മരിച്ചതും അറിയുന്നില്ല. അതെല്ലാം 7ാമത്തെ 6ാമത്തെ ദിവസം എന്നോട് പറയുന്നത്. 3 ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ, തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ വന്നിട്ട് നോക്കി. എന്നിട്ട് അവരെൻ്റെ കണ്ണ് ഇതിനകത്ത് 18 സ്റ്റിച്ച് കണ്ണൊക്കെ പോയതാണ്. അവരെവിടെയോ തട്ടിമുട്ടിയൊക്കെ നോക്കിയപ്പോൾ അതിൻ്റെ ചെറിയ അനക്കമൊക്കെ കണ്ടു. അവന്മാർ ഈ കാറ്റും പോയി. ഉടനെ ഫിലിപ്പ് സാറിനെയും സാറും അവിടെ ചെന്നപ്പോൾ ഡോക്ടർമാർ വിളിച്ചു പറഞ്ഞു, ഇനി ഈ മനുഷ്യൻ ചിലപ്പോൾ ജീവിക്കാൻ സാധ്യതയുണ്ട്, പക്ഷേ ഒരു കുഴപ്പം, ഈ കണ്ണുകൊണ്ട് ഇനി കാണില്ല, കണ്ണുപോയി. ഈ കാലുകൊണ്ട് നടക്കില്ല. ഞാൻ നിങ്ങളോട് വളരെ ആത്മാർത്ഥമായി പറയാം, നമ്മെപ്പറ്റി ഒരു ഫൈനൽ വാക്ക് പറയാൻ ഇവിടുത്തെ മെഡിക്കൽ സയൻസിന് ദൈവം അനുവാദം കൊടുത്തിട്ടില്ല. ഇവിടുത്തെ ഡോക്ടർമാർക്ക് ദൈവം അനുവാദം കൊടുത്തിട്ടില്ല. നമ്മളെപ്പറ്റി ഒരു വാക്ക് പറയാൻ നമുക്കൊരു ഉടയവനുണ്ട്, ഒരു ഉടമസ്ഥനുണ്ട്. നമ്മൾ സേവിക്കുന്ന ദൈവം. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദൈവത്തെ സ്തുതിച്ചോളൂ. ശത്രുവിൻ്റെ അല്ലെങ്കിൽ ഡോക്ടറുടെ അല്ലല്ലോ പദ്ധതികളൊന്നും അല്ല. പ്രൈസ് ദി ലോർഡ്. വേഗത്തിൽ ദൈവം എന്നെ സൗഖ്യമാക്കി. അതേ കണ്ണാണ് ഇരിക്കുന്നത് കേട്ടോ, ഒരു വെപ്പുണ്ട്. അതേ കാലാണ് ഇന്ന് നടക്കുന്നത്. അതിനുശേഷം ഓടുന്നു, ചാടുന്നെന്ന് വേണ്ട, ഒരുപാട് അധ്വാനിക്കുന്നു കർത്താവിന് വേണ്ടി. അതെല്ലാം ഈ കാലം കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം എന്താ അറിയാമോ? നമ്മെ അറിയുന്ന, നമ്മെ മെനഞ്ഞ, നമ്മെ മെടഞ്ഞ, നമ്മെ നയിക്കുന്ന ഒരു ദൈവം. ഇന്ന് രാവിലെ വന്നിട്ടുള്ള ദൈവജനം തകർപ്പനൊരു ഹല്ലേലൂയ പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഐഡൻറ്റിറ്റി, ഞാൻ ആരാണ്, എവിടെ വരെ പോകണം എന്ന് തെളിയിക്കുന്ന ഒരു ദൈവം. അതുകൊണ്ട് നമ്മൾ ഓർത്തോണം. അപ്പോസ്തലനായ പൗലോസ് പറയുന്ന 4 നല്ല വർത്താനമുണ്ട്. 1, എന്നെ തിരഞ്ഞെടുത്ത ദൈവം. 2, എന്നെ വിശ്വസ്തനെന്ന് എണ്ണിയ ദൈവം. 3, എന്നെ ശുശ്രൂഷയ്ക്കാക്കിയ ദൈവം. 4, എൻ്റെ മേൽ അഭിഷേകം തന്ന ദൈവം. ഇന്ന് രാവിലെ എത്ര പേർക്ക് പറയാൻ കഴിയും? പൗലോസ് ലീഗ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ വന്നു. പ്രതിസന്ധി വരുമ്പോൾ താൻ പറയുന്നൊരു കാര്യമുണ്ട്, എന്നെ തിരഞ്ഞെടുത്തൊരു ദൈവമുണ്ട്, അവൻ അറിയാതെ എൻ്റെ തലയിൽ ഒരു മുടി പോലും പൊഴിയില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. പിശാച് ഭയങ്കരമായിട്ട് വമ്പനായിട്ട് മാറുകയാണ്. ഇന്ന് രാവിലെ ഓർത്തോണം, ഞാനും നിങ്ങളും എൻ്റെ നാവെടുത്ത് നമ്മുടെ നാവ് ഒരു തീനാവായി മാറട്ടെ. ചിലത് പ്രഖ്യാപിക്കാൻ, വചനം തന്ന വെളിപ്പാടുകൾ പ്രഖ്യാപിക്കാൻ, ദൈവത്തെ ആരാധിക്കാൻ, പ്രാർത്ഥിക്കാൻ നമ്മുടെ നാവ് ഉപയോഗിക്കുമെങ്കിൽ എന്ന് പകൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നമ്മുടെ നാവ് ഒരു തീനാവായി മാറുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഡൊമിഷ്യൻ ചക്രവർത്തിയെ, നീ എന്നെ വിടില്ലെന്ന് പറഞ്ഞാൽ എന്നെ മുന്നോട്ട് നയിക്കുന്ന ഒരു ദൈവം, ജീവിക്കുന്ന ദൈവമാണ്. ആമേൻ. ഞാൻ നിർത്താൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ആരാധനയ്ക്ക് ഒരു റിസൾട്ട് ഉണ്ട് കേട്ടോ. ആരാധനയുടെ റിസൾട്ട്, കാഹളനാദം പോലൊരു ശബ്ദം യോഹന്നാൻ കേൾക്കുന്നു. ഭയങ്കരമായിട്ട് വെള്ളം ഇടിച്ച് തകരുന്ന ശബ്ദമാണ് അവിടെ കേൾക്കുന്നത്. മൃഗങ്ങളുടെ ഊരിയിടിയിലൊക്കെ ആയിരിക്കാം കേൾക്കുന്നത്. എന്തായാലും ഒരു നല്ല ശബ്ദവും നല്ല സൗണ്ടും അല്ല അവിടെ ഉള്ളത്. അതിൻ്റെ നടുവിൽ യോഹന്നാൻ ആരാധിക്കുമ്പോൾ ആരാധനയുടെ റിസൾട്ട്, എൻ്റെ ന്യൂമാറ്റിയോൺ, അഭിഷേകം എന്ന് പറയുന്ന ആ കാര്യത്തിൻ്റെ റിസൾട്ട്, യോഹന്നാനേ ഇവിടെ കയറി വരിക. എത്ര പേർക്ക് ആത്മാർത്ഥമായി കർത്താവിന് സ്തോത്രം ചെയ്യാൻ പറ്റും? യോഹന്നാനും വിചാരിച്ച് തീരാൻ പോകുവാണെന്ന്. പക്ഷേ യോഹന്നാന് ഇവിടെ കയറി വരെ. എന്താ നമ്മുടെ ആരാധനയുടെ റിസൾട്ട് എന്നറിയാമോ? അഭിഷേകത്തിൻ്റെ റിസൾട്ട് എന്നറിയാമോ? ആരാധിച്ചാൽ അവിടെ യോഹന്നാനോട് പറയുന്നത്, നീ കണ്ടത്. സന്തോഷമുള്ള എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? പ്രൈസ് ദി ലോർഡ്. നീ കണ്ടത് എന്ന് വെച്ചാൽ നീ ആരായിരുന്നു, നീ ആരായിരുന്നു. 2, ഇപ്പോഴുള്ളത് നീ ആരായിരിക്കുന്നു. 3, സംഭവിക്കാൻ പോകുന്നത് നീ ആരാകാൻ പോകുന്നു. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവജനത്തിന് ദൈവം കൊടുക്കുന്ന 3 കാര്യങ്ങളാണ്. 1, ഞാൻ ആരായിരുന്നു. 2, ഞാൻ ആരായിരിക്കുന്നു. 3, ഞാൻ ആരാകാൻ പോകുന്നു. കരങ്ങൾ അടിച്ച ദൈവത്തെ ഒന്ന് സ്തുതിക്കാൻ എത്ര പേർക്ക് പറ്റുന്നുണ്ട്? ഇന്നലെ ഞാൻ ആരായിരുന്നു, അവിടെ തന്നെ പൊക്കിയെടുത്ത് ഇന്ന് കർത്താവിനെ ആരാധിക്കാൻ കൊണ്ടുവന്ന ദൈവം പരാജയപ്പെട്ട ദൈവം അല്ല. നാം മനസ്സിലാക്കണം, ഇവിടെ കൊണ്ട് തീരുന്നില്ല. അടുത്ത സ്റ്റെപ്പ് നമ്മൾ മുന്നോട്ട് പോകുകയാണ്.
റിബാന റിഖാന ഗാറബോ സായിദലബാരിയ രേ 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 ഹിബാന റിഖാന. ആത്മാവ് ചലിക്കട്ടെ, ആത്മാവ് ചലിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ ഒരു ചലനം ഞങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ. ഞങ്ങളുടെ ആരാധനയുടെ സ്റ്റൈല് മാറട്ടെ, ഞങ്ങളുടെ സ്തോത്രത്തിന്റെ സ്റ്റൈല് മാറട്ടെ, ഞങ്ങളുടെ ആരാധനയുടെ ശക്തി കർത്താവേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ ആരായിരുന്നു? നമ്മൾ ആരായിരുന്നു നമുക്കറിയാം. ഇപ്പൊ നമ്മൾ ആരായിരിക്കുന്നു? റൈറ്റ്, ഇപ്പൊ നമ്മൾ ആരായിരിക്കും? ഇനി നമ്മൾ ആരാവാൻ പോകുന്നു. ഇന്ന് രാവിലെ ഓർത്തോണ്ടേ, കേരളത്തിൽ നിന്നപ്പോൾ ആൾക്കാർക്ക് വന്ന് ദുബായിയാണ് നല്ലതെന്ന്. ആൾക്കാർ പറന്ന് ദുബായിലെത്തി. ദുബായി ചെന്നപ്പോൾ അവർ UK ആണ് നല്ലത്. അവിടുന്ന് ആൾക്കാരെ കുറച്ചെണ്ണം UK എത്തി. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞ് ജർമ്മനിയാണ് നല്ലത്. അപ്പോൾ ആൾക്കാർ അവിടേക്ക് പറന്നു. അപ്പോൾ കുറച്ച് പേര് പറഞ്ഞു ഓസ്ട്രേലിയ അവിടേക്ക് പോയി. പിന്നെ ആൾക്കാർ പറഞ്ഞു അമേരിക്ക നല്ലത്, ഇവിടേക്ക് പറന്നു. എല്ലാം നല്ല രാജ്യങ്ങളാണ്. പക്ഷെ ബെറ്റർ കൺട്രി എന്ന് പറയുന്നത് ദൈവരാജ്യമാണ്. തിരിച്ചറിഞ്ഞ ദിനത്തിനാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യേശു കർത്താവ് നമ്മോട് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ആ വെളിച്ചമായ കർത്താവ് വെളിച്ചം നമ്മിലേക്ക് പകർന്നപ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞൊരു വലിയ യാഥാർത്ഥ്യം എന്താണെന്നറിയാമോ? ഭൂമിയിൽ നിന്നുകൊണ്ട് സ്വർഗരാജ്യം കാണാൻ അവകാശം ലഭിച്ച ഒരു കൂട്ടം ജനമുണ്ടെങ്കിൽ അത് ആത്മാവിൽ ആരാധിക്കുന്ന ഞാനും നിങ്ങളുമാ. എത്ര പേർക്ക് വിശ്വസിക്കാനായിട്ട് കഴിയുന്നു? അമേരിക്കയിൽ നിന്നുകൊണ്ട് മറ്റ് രാജ്യങ്ങളോ അമേരിക്കയുടെ മഹമോ അല്ല കാണേണ്ടത്, ദൈവരാജ്യം. ഞാൻ നിങ്ങൾ ചെല്ലാൻ പോകുന്ന, എന്നെ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്ന, എത്താൻ പോകുന്ന അത് വരച്ചു കാണിക്കുകയാണ് യോഹന്നാൻ തുടർന്നുള്ള അധ്യായങ്ങളിൽ. ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞു നിർത്തണം, സമയത്തിന്റെ പരിധിയുണ്ട്, ഞാൻ നിർത്തട്ടെ. പ്രൈസ് ദി ലോർഡ്. ആത്മാവിൽ ആരാധിച്ചാൽ, ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചാൽ അതിന്റെ റിസൾട്ട് ഉണ്ട്. ചാടുകയോ ഓടുകയോ കസേര തലവെക്കുകയല്ല. ഞാൻ ആരായിരുന്നു, എന്നെ എവിടെ വരെ കൊണ്ടുവന്നിരിക്കുന്നു, ഞാൻ എവിടേക്ക് പോകാൻ പോകുന്നു. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചോളൂ ശക്തിയോടെ. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മളെ കൊണ്ടുപോകുമ്പോൾ എല്ലാവരുടെയും കയ്യിൽ ഒരു കുരിശ് കർത്താവ് തന്നിട്ടുണ്ട്. എല്ലാവർക്കും ഉണ്ട്. ഒരു മനുഷ്യൻ, അവൻ്റെ കയ്യിൽ ഒരു വലിയ കുരിശ്. അപ്പോൾ ആ കുരിശും കൊണ്ട് ആദ്യം ഇവന് വീടിനകത്തോടെ പോകേണ്ടത്. വീടിനകത്തോടെ പോകുന്നത് തട്ടും മുട്ടുന്നു ഒക്കെ ആകെപ്പാട് പ്രശ്നം. അപ്പോൾ അവൻ പറഞ്ഞു, ഇത് കൊണ്ട് പോകാൻ വലിയ പാടാണ്. അവനെ ഒരു ദൂതം പറഞ്ഞു, എടാ മുറിക്കൊന്നും ചെയ്യല്ലേ, കൊണ്ടുപോകാം, വലിയ പ്രശ്നമൊന്നുമില്ല, നിനക്കത് ഒന്ന് സൂക്ഷിച്ച് കൊണ്ടുപോയാൽ മതി, നിനക്ക് കൊണ്ടുപോകാം. അല്ല ഒക്കത്തില്ല. അവൻ അതിൻ്റെ കുറച്ചൊക്കെ മുറിച്ച് കളഞ്ഞു. അവൻ അതുകൊണ്ട് പുറത്ത് വന്നു. പുറത്ത് വന്നപ്പോൾ പിന്നെ സ്കൂളിലേക്കാണ് പോകുന്നത്. ആ കുടുംബാലയം അടുത്ത വിദ്യാലയത്തിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ എനിക്ക് ഇത്രയും പഠിക്കാനും വയ്യ, ഇത്രയും എനിക്ക് ഭയങ്കര പേടാ. പിന്നെ നമ്മളൊക്കെ പണ്ട് പറഞ്ഞ പോലെ ആ കുരിശും കൊണ്ട് പോകാൻ ഭയങ്കര അണ്ണ പറഞ്ഞു, ഇത്രയും എനിക്ക് പറ്റത്തില്ല. ഒന്നേ ഒരു ദൂതം വന്ന് പറഞ്ഞു, എടാ മുറിക്കരുത്, നിനക്കിത് കൊണ്ടുപോകാം, നിന്നെ പറ്റും. അവൻ എന്തിനും കുറച്ചുകൂടെ മുറിച്ചു കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരു ആരാധനാലയത്തിലാണ് ചെല്ലുന്നത്. അവിടെ കൂടെ പോയപ്പോൾ അതും അവിടെ ഇവിടെയൊക്കെ തട്ടിയും മുട്ടിയും പ്രശ്നം, പോകാൻ പറ്റുന്നില്ല. ഉടനെ അവൻ പറഞ്ഞു, എനിക്കിത് പിന്നെയും മുറിച്ചേ പറ്റൂ. ഉടനെ ദൂതം പറഞ്ഞു, മുറിക്കരുത്, അപകടമാണ്. അവൻ പിന്നെയും കുറച്ചുകൂടെ മുറിച്ചിട്ട് പുറത്തിറങ്ങി ഒരു ഗുഹയിൽ കൂടെ പോകേണ്ടത്. അതിനകത്തൂടെ പോകാൻ തുടങ്ങിയപ്പോൾ അതും അവിടേക്ക് തട്ടുകയോ മുട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഉടനെ ദൂതം പറഞ്ഞാൽ മുറിക്കണ്ട, പക്ഷെ അവൻ അത് പിന്നെയും മുറിച്ചു. അങ്ങ് ഗുഹയ്ക്കകത്തൂടെ അവൻ പുറത്ത് എല്ലാം ഫ്രീ ആയിട്ട് ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റുകളിൽ കൂടെ കാണുന്നതിനോടെല്ലാം അവൻ താതാത്മ്യപ്പെട്ട് പുറത്ത് വന്നപ്പോഴാണ് ഒരു നല്ല ഒന്നാന്തരമായ നദി ഒഴുകുന്നു. ആ നദിക്ക് അപ്പുറം പോയാലേ പറ്റുള്ളൂ. അപ്പുറത്ത് സുന്ദരമായ സ്ഥലമാണ്. ഇവനിങ്ങനെ കുരിശും കൊണ്ട് വന്നു. അപ്പുറം പോകാൻ ഒരു ചാടിപ്പോകാൻ പറ്റത്തില്ല, നീന്തി പോകാൻ പറ്റത്തില്ല, ഇറങ്ങിപ്പോകാൻ പറ്റത്തില്ല, വേറെ ഒരു പണിയും പറ്റില്ല. ഇവനിങ്ങനെ ആകെപ്പാടെ നിൽക്കുന്നതാണ്. പുറകെ ഒരുത്തൻ വരുന്നു. അവൻ്റെ കയ്യിൽ ആ വലിയ കുരിശുണ്ട്. അന്ന് ഇവന് കിട്ടിയ അത്രയും വലിയൊരു കുരിശ്. ആ കുരിശും കൊണ്ട് അവൻ ഇങ്ങോട്ട് വന്നിട്ട് ഇതിന് കുറുകെ അങ്ങോട്ട് വെച്ചിട്ട് അതേ കൂടെ കയറി അപ്പുറത്തിറങ്ങിയിട്ട് ആ കുരിശ് എടുത്തോണ്ട് ആണ്ട് പോകുന്നു. അവൻ വിജയ്. അപ്പോൾ ഇവന് മനസ്സിലായി, ഈ കുരിശ് മുറിക്കാതിരുന്നെങ്കിൽ ഇവിടെ ഉണ്ടോ എല്ലാവരും, എനിക്കും അപ്പുറം ഈസി ആയിട്ട് കയറി പോകാമായിരുന്നു. ഇനി അവൻ അവിടേക്ക് പോകാനുള്ള അവൻ്റെ സകല വഴികളും അവൻ അടച്ചു. മുറിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് മറ്റുള്ളതിനൊക്കെ ഇഴുകിച്ചേർന്ന് ദൈവത്തിൻ്റെ പ്രമാണത്തോടൊക്കെ മാറി ഇപ്പോൾ അവൻ അക്കരെ പോകാൻ കഴിയാതെ നിൽക്കുകയാണ്. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്ന എത്ര പേരുണ്ട്? പ്രിയരേ, നമുക്ക് ഇത്തിരി വിഷമം വന്നാലും വേദന വന്നാലും അത് നിവർത്തിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുണ്ട്. ശാരീരിക രോഗം വന്നാൽ അതിന് അത്ഭുതം ചെയ്യാൻ കഴിയുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുണ്ട്. ആ ഡൊമിഷൻ ചക്രവർത്തിനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ നീ കുരിശ് മുറിക്കേണ്ട, നീ മുഴങ്കാലം അടയ്ക്കാൻ മതി, അത്ഭുതം ചെയ്യും. കരങ്ങൾ ഉയർത്തൊരു തകർപ്പനല്ലോ പറഞ്ഞോളൂ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്ന ആ സത്യം മറന്നു പോകരുതേ. കർത്താവിന്റെ ദാസൻ കർത്തൃ ദിവസം ആത്മവിവശത. എത്ര പേര് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. ആത്മാവിൽ ആരാധിപ്പാൻ, ആത്മാവിൽ സ്തുതിപ്പാൻ മുന്നോട്ട് പോകാൻ തയ്യാറാണോ? കർത്താവ് നിങ്ങളെ ധന്യമായിട്ട് അനുഗ്രഹിക്കട്ടെ.